സർ, തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇഡിക്ക് പരാതി പോയിട്ടുള്ളത് എന്റെ പേരിലാണ് സർ. ഇടയ്ക്ക് നിങ്ങളുടെ ഇഡിയുടെ പരിശോധന നടന്നല്ലോ. എന്നെ 7 ദിവസം അവിടെ കൊണ്ട് സഭയുടെ ചുമതലക്കാരനായതുകൊണ്ടാണ് സർ എന്നെ ഈ കത്തീഡ്രൽ വിഷയം വന്നപ്പോൾ എല്ലാവരും പരാതി കൊടുത്ത് പെട്ടെന്നൊരു റെയ്ഡ് വരുന്നു. ഇത് വേറൊരു ലോകത്തിൽ ചാരാൻ പറ്റാത്തൊരു സ്റ്റൂളിലും തന്നിട്ട് 2010 പ്രമാണം എടുത്തിട്ട് ഈ വസ്തു എങ്ങനെ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ കാണില്ല. ഞാൻ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ലാഭം കിട്ടുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് 2 സെന്റ് വസ്തു വാങ്ങും. ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്ന അവസ്ഥയായി. സോഷ്യൽ മീഡിയയിലെ ആക്രമണം എല്ലാ രീതിയിലും ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടുകാരനാണ്. കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ടി വരുമെന്ന് ഓർത്തോട്ട് ചെയ്തതാണോ? അല്ല സർ, അങ്ങനെയല്ല സർ ചെയ്തത്. നിങ്ങളൊരു വലിയ മുതലാളിയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ബിസിനസ്സുകാരനോ ആയതുകൊണ്ട് മാത്രം നാട്ടുകാർക്ക് ഗുണമില്ല. നിങ്ങൾ ആ വിളവങ്കോടുകാർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലത്തിനുള്ളിൽ? ലീഡർ കരുണാകരൻ സാറ് ഈ സഭയിൽ വന്ന് ബിഷപ്പിനെ കാണുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അധികാരികൾ പിന്നത്തേതിൽ തമ്മിൽ ഭിന്നിപ്പ് വന്നപ്പോൾ ഇതിനെ മുതലെടുത്ത് ഇലക്ഷൻ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ജനതയായി ഇത് മാറി. പണ്ടൊക്കെ ഇതിലെ പോകുമ്പോൾ ഇവിടെ ഈ ആളുകൾ സമരം നടത്താൻ കാണാമായിരുന്നു. അതെ, ആ കത്തീഡ്രലിന് മുമ്പിൽ. അതെ. അതെന്തായിരുന്നു സർ? അന്നത്തെ വിഷയം ഈ കത്തീഡ്രൽ വിഷയമാണ് ഏറ്റവും കൂടുതൽ മഹായിടമൊക്കെ. ഒരു CSI കാരൻ എൻ്റെ അടുത്ത് വരുവാണ്, ദാരിദ്ര്യം ബുദ്ധി, ഞാൻ നിങ്ങളെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? സർ 100% ചെയ്യും സർ. പക്ഷെ നിങ്ങൾ അതിനകത്ത് കുറെ അഴിമതിയൊക്കെ നടത്തിയവര്, നിങ്ങളെന്നല്ല അവിടെ നടത്തിയവര്. സർ, യഥാർത്ഥത്തിൽ ഈ പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സർ, ഉറപ്പായിട്ട് സാർ എനിക്കൊരു ഇന്റർവ്യൂ തന്നതുകൊണ്ട് ഇന്ന് സാറിന് വേറൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. നമസ്കാരം. മറുനാടൻ്റെ ഇലക്ഷൻ പോഡ്കാസ്റ്റിലെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഈ ഇലക്ഷൻ പോഡ്കാസ്റ്റിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണെങ്കിൽ പോലും ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആളുകൾക്ക് തോന്നുന്നു എന്താ കാര്യമെന്ന്. പക്ഷേ കേരള തെരഞ്ഞെടുപ്പുമായി വലിയ ബന്ധമുണ്ട്. വളരെ കൗതുകമുണർത്തുന്ന ഒരു ജീവിതകഥയാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു മലയാളി തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുകയാണ്. TT പ്രവീൺ. നമസ്കാരം. നമസ്കാരം സർ. പ്രവീണിനെ ഒന്ന് പരിചയപ്പെടുത്തണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവീൺ CSI സഭയുടെ ദക്ഷിണ കേരള മഹായിടവകയുടെ സെക്രട്ടറിയാണ്. അതെ സർ. തിരുവനന്തപുരത്താണ് താമസം, പക്ഷേ വിളവങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവർത്തന മണ്ഡലം. അതെ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിക്കുക. പ്രവീൺ ആരാണ്, എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തിക്കുക. സർ, ഞാൻ എൻ്റെ അമ്മയുടെ വീട് വിളവങ്കോട് മണ്ഡലത്തിലാണ്. എൻ്റെ അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ തമിഴ്നാട്ടിലെ വിളവങ്കോട് മണ്ഡലം. അത് ഈ നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയാണോ? കേരളത്തിന്റെ അതിർത്തിയാണ്. അതായത് ഈ എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കേരള റോഡാണ്. ആ റോഡ് അപ്പുറം കിടന്നാൽ അത് കേരളമാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡ് തമിഴ്നാട്. ഞാൻ തമിഴ്നാടാണ് നമ്മുടെ കുടുംബ വീട്. അപ്പോൾ അമ്മയെ കല്യാണം കഴിച്ച് വിട്ടത് അവിടെ നിന്ന് 7 കിലോമീറ്റർ അപ്പുറമാണ്. അത് കേരളത്തിലാണ്. പക്ഷേ 28 വർഷം മുമ്പ് ഈ അമ്മ എനിക്ക് നൽകിയ സ്വത്തിൽ അവിടെ ഒരു വീട് വയ്ക്കുകയും എൻ്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, എൻ്റെ ID കാർഡ്, എൻ്റെ വോട്ട് എല്ലാം ഈ വിളവങ്കോട് മണ്ഡലത്തിൽ തന്നെയായിരുന്നു. കേരളത്തിലല്ല. അവിടെ താമസം ഉണ്ടെന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് താമസം ഉണ്ടെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടുകാരനാണ്. കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ടി വരുമെന്ന് ഓർത്തോട്ട് ചെയ്തതാണോ? അല്ല സർ, അങ്ങനെയല്ല സർ ചെയ്തത്. ആ ആളുകളുള്ള തമിഴ്നാടിനുള്ള സ്നേഹം കൊണ്ട്, തമിഴ്നാടിനോടുള്ള ഒരു സ്നേഹമാണ്. അവിടെയുള്ള ഒരു സാധാരണ ജനങ്ങളും. എന്താണ് തമിഴ്നാടിനോട് ഇത്ര മാത്രം സ്നേഹം? സാർ, ഒരുപാട് നല്ല സ്നേഹിക്കുന്ന ജനങ്ങളാണ്. പച്ചയായ മനുഷ്യരാണ്. വലിയ കള്ളത്തനങ്ങളൊന്നും ഇല്ലാതെ അന്നന്ന് ജോലി ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിതം നടത്തുന്ന ഒരു ജനതയാണ് പ്രത്യേകിച്ച് ഈ വിളവങ്കോട് മണ്ഡലത്തിലുള്ള വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് തന്നെ ആ മണ്ഡലവുമായി ചേർന്ന് നിന്ന് പോകുവാനും അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം, ഒരു ത്വര എൻ്റെ മനസ്സിലുണ്ട്. രണ്ടാമതായി, എന്നെ ഞാനാക്കിയ സ്ഥലം ഈ വിളവങ്കോട് മണ്ഡലമാണ്. ഞാൻ എൻ്റെ എൻജിനീയറിംഗ് ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബിസിനസ് മേഖലയിലേക്ക് കടന്നു. എവിടെയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്? ഞാൻ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് മനോന്മണി സുന്ദരനാട് യൂണിവേഴ്സിറ്റിയിലാണ്. അത് തിരുനെൽവേലിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബിസിനസ് മേഖലയിലേക്ക് കടന്നപ്പോൾ എന്നെ വളർത്തിയ ഒരു സ്ഥലമാണ് ആ വിളവങ്കോട് മണ്ഡലം. എന്നെ ഞാനാക്കിയ ഒരു സ്ഥലമാണ് വിളവങ്കോട്. എന്താണ് അവിടെയാണ് ബിസിനസ് തുടങ്ങുന്നത്? എൻ്റെ ബിസിനസ്സും അതായത് വിളവങ്കോട് മണ്ഡലത്തിൽ എൻ്റെ വീടിനടുത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ്. തമിഴ്നാട് ഓഫീസ്, അതും തിരുവനന്തപുരം ഓഫീസ് ജഗതിയിലുമാണ്.
അപ്പോൾ ഞാൻ ആദ്യം ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തി, ലക്ഷം രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തിയതിന് ശേഷം. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റോഡുകൾ അല്ല? റോഡുകളല്ല സാർ, ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. എൻ്റെ കുറേ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഈ ബിസിനസ് മേഖലയിലേക്ക് ഞാൻ വരികയായിരുന്നു. അവിടെ ഫോക്കസ് ചെയ്ത് അവിടെ തുടക്കം അവിടെയാണ്. അത് കഴിഞ്ഞ് എന്നിട്ട് ചെറിയ വീടുകൾ ചെറിയ വീടുകൾ പണിത് കൊടുത്തു. അത് കഴിഞ്ഞ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളുടെ വർക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ സാധ്യത കണ്ടെത്തിയത് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകുമെന്ന് കരുതി ഈ വിളവങ്കോട് മണ്ഡലത്തിലെ തന്നെ മൂവോട്ടുകോണം എന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ഹോളോ ബ്രിക്സ് കമ്പനി ആദ്യം ആരംഭിച്ചു. ഹോളോ ബ്രിക്സ് നിർമ്മിക്കുകയാണ്. അത് തിരുവനന്തപുരം നമ്മുടെ ലുലു മാളിൻ്റെ മൊത്തം ബ്രിക്കും എൻ്റെ ബ്രിക്കാണ്. ഏകദേശം 7 കോടി രൂപയുടെ ബ്രിക്ക് വരെ ഞാൻ അവിടെ സപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ തടി ബിസിനസ് അവിടെ. ഈ ഹോളോ ബ്രിക്സ് എത്ര സ്ഥലത്തുണ്ട്? ഒരുപാട് ഉണ്ട്. 3.5 ഏക്കറിൽ സ്ഥിതി. പ്രൊഡക്ഷൻ സാധാരണ എനിക്ക് ഒരു ദിവസം 2000 ബ്രിക്ക് വരെ നിർമ്മിക്കുവാനുള്ള ഒരു സാധ്യത അവിടെ. അത് മതിയോ ഈ 7 കോടിയുടെ ഒക്കെ കൊടുക്കാൻ? നൂതനമായ ഒരു മെഷീനായിരുന്നു സാർ. സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് ഈ ലുലുമാൾ നിർമ്മിച്ചത് ഏകദേശം 3 വർഷം കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മാത്രമല്ല സ്റ്റോക്ക് ഉണ്ട്. എനിക്ക് ഓർഡർ കിട്ടിയതിന് ശേഷം ഞാൻ എല്ലാ സപ്ലൈയും ഇവിടെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു തടി മില്ല് എനിക്ക് അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു. അത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പ്, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്. എനിക്ക് ഇലക്ട്രിക്കൽ എ ഗ്രേഡ് ലൈസൻസ് ഉണ്ട്. അതെല്ലാം ഈ വിളവങ്കോട്? എല്ലാം വിളവങ്കോട് മണ്ഡലത്തിലാണ് സർ സ്ഥിതി ചെയ്യുന്നത്. വിളവങ്കോടാണ്. അപ്പോൾ വേറെ എന്തൊക്കെ ബിസിനസ് അവിടെ ഉള്ളത്? എനിക്ക് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ട്രേഡിംഗ് ബിസിനസ്സും കൺസ്ട്രക്ഷനും ആ മേഖല വളർന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ട് വീട് വെച്ച് കൊടുക്കുക, ചെറിയൊരു ബിൽഡറായി വരുന്നു സാർ. ഇപ്പോൾ ഫ്ലാറ്റ് നിർമ്മാണം കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഞാനിത് ഇപ്പോൾ ലുലു മാളിനടുത്ത് നമ്മുടെ ഷിബു ബേബി ജോൺ സാറിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ ആദ്യത്തെ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുവാനുള്ള നടപടികൾ ചെയ്തു വരുന്നു. അതിൻ്റെ പണികൾ പുരോഗമിച്ച് വരുന്നുണ്ട്. അതെന്താ കമ്പനിയുടെ പേരെന്താ? മൈക്കിൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, മിഖായിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അങ്ങനെയാണ് തുടങ്ങിയത്. അതാണ് ആദ്യത്തെ പ്രോജക്റ്റ്. വലിയ പ്രോജക്റ്റ്. എനിക്ക് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഒരു 100-150 വീടുകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ചെറുതായിട്ട്. വീടുകളേക്കാൾ കൂടുതൽ ഈ ബിൽഡിംഗ് മെറ്റീരിയൽ ബിസിനസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ട്രേഡിംഗ് ബിസിനസ്സാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് കൂടുതൽ ലാഭം. ഓക്കെ. അപ്പോൾ കേരളത്തിൽ അത് എവിടെയൊക്കെയാണ്? വിളവങ്കോട് അല്ലാതെ പിന്നെ അതിന് ഏതൊക്കെ ട്രേഡിംഗ് ഷോപ്സ് ഉള്ളത്? വിളവങ്കോട് മാത്രമേ ഉള്ളൂ സാർ. കേരളത്തിൽ തിരുവനന്തപുരത്തില്ല. ട്രിവാൻഡ്രത്ത് ട്രേഡിംഗ് ബിസിനസ് ആരംഭിച്ചിട്ടില്ല. പക്ഷേ ട്രിവാൻഡ്രത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ശരി. കാരണം GST വന്നതിന് ശേഷം അതിർത്തിയുടെ പ്രശ്നം കഴിഞ്ഞല്ലോ സാർ. അപ്പോൾ ഇങ്ങോട്ട് ചെക്ക് പോസ്റ്റ് ഒന്നും പരിശോധന ഒന്നുമില്ല സാർ. കാരണം GST അല്ലേ സാർ, എല്ലായിടത്തും തുല്യ. എവിടെയാണെങ്കിലും അത് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. തമിഴ്നാട്ടിൽ നിന്ന് സാധനം ഉണ്ടാക്കുന്നു, ഇവിടെ 1 മണിക്കൂർ കൊണ്ടെങ്കിൽ എത്തുമല്ലോ സാർ. ഇവിടെ സപ്ലൈ കൂടുതൽ ഇവിടെയാണ്. തമിഴ്നാട്ടിലല്ല. അല്ല. പക്ഷേ പ്രൊഡക്ഷൻ അവിടെയാണ്. പ്രൊഡക്ഷൻ അല്ല അവിടെ. അപ്പോൾ അവിടെ എത്ര പേർക്ക് ഏകദേശം ജോലി കൊടുക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ കമ്പനിയിലെ സ്ഥിരം വർക്കേഴ്സ് ഏകദേശം 215ഓളം വർക്കേഴ്സ് ഉണ്ട്. അല്ലാതെ ഡെയിലി വർക്കേഴ്സ് ലേബർ വർക്കേഴ്സ് ഉണ്ടല്ലോ സാർ. ഹിന്ദിക്കാർ അതൊരു 350-400 പേര് മിനിമം കാണും സാർ. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബിസിനസ് പശ്ചാത്തലം. അതെ സാർ. അപ്പം വിളവങ്കോട് എന്നും ഉണ്ടാവും? അപ്പോൾ എന്നും ഉണ്ടാവും സാർ. വിളവങ്കോട് എന്നും ഉണ്ടായല്ലേ സാർ പറ്റൂ. എൻ്റെ വിളവങ്കോട് ഓഫീസിലിരുന്ന് ഈ കണക്കുകളെല്ലാം വൈകുന്നേരം തിട്ടപ്പെടുത്തി മാറ്റാൻ പറ്റത്തുള്ളൂ. ഞാൻ ട്രിവാൻഡ്രത്തായിരിക്കുമ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം വിളവങ്കോടുള്ള എൻ്റെ വീട്ടിൽ പോവുകയും അവിടെ ഇരുന്ന് എൻ്റെ ഈ കമ്പനി കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം രാവിലെ തിരിച്ചു വരികയാണ് പതിവ്. അപ്പം ബിസിനസ്സിനെ കുറിച്ച് കേട്ടു. അപ്പം ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ ഈ വിളവങ്കോട് മത്സരിക്കണമെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണല്ലോ. നമ്മളൊരാൾ ജനപ്രതിനിധി ആവണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാർ മാത്രമായി പോരാ. ബിസിനസ് ആകുന്നത് തെറ്റൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയാറുള്ളത്, ബിസിനസ് മേഖലയിലുള്ളവരും അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലയിലുള്ളവർ രാഷ്ട്രീയത്തിൽ വരണമെന്ന്, എന്തെങ്കിലും തൊഴിലുള്ളവർ, വരുമാനമുള്ളവർ വരണമെന്നാണ്. ഫുൾ ടൈം രാഷ്ട്രീയക്കാരെ പാടില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് തെറ്റല്ല. എങ്കിൽ പോലും നിങ്ങളൊരു വലിയ മുതലാളിയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ബിസിനസ്സുകാരനോ ആയതുകൊണ്ട് മാത്രം നാട്ടുകാർക്ക് ഗുണമില്ല. നിങ്ങൾ ആ വിളവങ്കോടുകാർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയിൽ? നിങ്ങളുടെ പൊതുപ്രവർത്തനം, മതപ്രവർത്തനം നമുക്ക് രണ്ടാമത് വരാം. നിങ്ങളുടെ പൊതുപ്രവർത്തനം എന്തൊക്കെയാണ്? നിങ്ങൾ അഭിമാനത്തിൽ പറയാൻ സാധിക്കുന്നത്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ആരും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അവിടെ ഒരു പാവപ്പെട്ടവരെയും സഹായിച്ചതായിട്ട് എനിക്കറിവില്ല. പക്ഷേ ഞാൻ ഏകദേശം 6ഓളം വീടുകൾ
വളരെ പാവപ്പെട്ടവർക്ക് ജാതി മത വ്യത്യാസമില്ലാതെ അവരുടെ കഷ്ടതകൾ കണ്ട് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഒരു 6 വീടുകൾ വരെ ഞാൻ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 2021-23 കാലഘട്ടങ്ങളിലാണ്. അതിനു പുറമേ നമ്മുടെ കോവിഡ് സാഹചര്യം വന്നപ്പോൾ ഒരു 10-15 പ്രാവശ്യം ഞാൻ കിറ്റ് വിതരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. പിന്നെ വിവാഹ സഹായങ്ങൾ എൻ്റെ ഓഫീസിൽ വന്ന്, അത് വിളവങ്കോടാകട്ടെ ഏത് സ്ഥലത്ത് നിന്ന് ഒരു സഹായം ചോദിച്ചു വന്നാലും മിഖായൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എനിക്കുണ്ട്. ഈ മിഖായൽ ആരാണ്? അച്ഛനാ? ഇല്ല, മിഖായൽ എൻ്റെ സാർ, ഞാൻ CSI ആണ്. എൻ്റെ വൈഫ് RC ആണ് സാർ. വൈഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏഞ്ചലാണ് മിഖായൽ മാലാഖ. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ജീവിത വളർച്ചയിൽ മിഖായൽ മാലാഖ ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇവിടെ ഒരു പള്ളിയുണ്ടല്ലേ മിഖായൽ? എനിക്ക് തോന്നുന്നു ഈ തീരദേശ റോഡിൽ ഇവിടെ ഒരു മിഖായൽ ഉണ്ട് സാർ, പലയിടത്തും ഉണ്ട് സാർ. അപ്പോൾ അതുകൊണ്ട് മിഖായൽ മാതാവിനെയാണ് എൻ്റെ വൈഫ് എല്ലാ ദിവസവും ഈ പ്രാർത്ഥിക്കുന്നത് മിഖായൽ മാലാഖയുടെ സ്വരൂപത്തിന് മുന്നിലും. എൻ്റെ വീട്ടിന് മുന്നിൽ മിഖായൽ മാലാഖയുടെ ഒരു കുരിശടി തന്നെ വച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൽ പോകുന്നത് കൊണ്ട് കമ്പനിക്കും ഏത് കാര്യങ്ങൾ തുടങ്ങിയാലും ആ പള്ളിയിൽ നിന്ന് തുടങ്ങുകയാണ് പതിവ്. അപ്പോൾ മിഖായൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് നമുക്കുണ്ട്. ആ ട്രസ്റ്റിൽ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ സഹായമാകട്ടെ, വിവാഹ സഹായമാകട്ടെ, ഇതുപോലെ വീടില്ലാത്തവരാകട്ടെ, അങ്ങനെയുള്ള എല്ലാവരെയും സഹായിക്കുന്നത് ഒരു പതിവായിട്ട് ഏകദേശം ഒരു 8-9 വർഷം കൊണ്ട് തുടരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന പ്രവണത ആയി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനാണോ അവിടെ? ഞാൻ 2020-23 കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ട്രഷററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 2023 ശേഷം ഞാൻ പാർട്ടി മെമ്പറായിട്ട് തുടരുന്നതല്ലാതെ ഇപ്പോൾ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നില്ല. അപ്പം അങ്ങനെ സ്ഥാനമാനമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സീറ്റ് തന്നപ്പോൾ അവിടെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകത്തില്ലേ, പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റ്? പക്ഷേ സാർ, എന്നെ അറിയാമെന്നുള്ളവരാണല്ലോ സാർ അവിടെയുള്ള പാർട്ടിക്കാർക്ക്. ഏകദേശം 80% പേർക്കും അറിയാം. പിന്നെ ആർക്ക് സീറ്റ് കൊടുത്താലും ഒരു ചെറിയ അലസോരമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് തന്നെ അതെല്ലാം മാറ്റി ഒരു വളരെ ഒത്തിണക്കത്തോടെ ഒരുമയോടുകൂടെ പാർട്ടി സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അവിടുത്തെ ഒരു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്താണ്? അതായത് ഈ മലയാള വംശജരാണോ ഭൂരിപക്ഷം? സാർ, മലയാളം സംസാരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. മലയാളം മനസ്സിലാകുന്നവരാണ് ഭൂരിപക്ഷവും. നമുക്കിപ്പോൾ ഈ മാർത്താണ്ഡം കഴിഞ്ഞ് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ ചിലപ്പോൾ മലയാളം സംസാരിക്കാത്തവരായിരിക്കും. അതേസമയം 24ഓളം പഞ്ചായത്തുകളുള്ളതിൽ 20 പഞ്ചായത്തുകളിലും മലയാളം വ്യക്തമായി മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവിടെ. 24 പഞ്ചായത്തുണ്ട്. 24 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉണ്ട് സാർ. ഇവിടെ 23 പഞ്ചായത്തും ഒരു. അല്ല, ഇവിടെ 7 ഒക്കെ ഉള്ളൂ. അതെ, അത് പോയിട്ട് 300 വാർഡും ഉണ്ട്. അപ്പോൾ എത്ര ലക്ഷം വോട്ടർമാരുണ്ടോ? 2,40,000. പഞ്ചായത്ത് ഇപ്പോൾ കൂടുതലായിരിക്കും. പഞ്ചായത്ത് കൂടുതലാണ്. ഇതുപോലെയല്ല, വില്ലേജ് പഞ്ചായത്തും ടൗൺ പഞ്ചായത്തും ഉണ്ട് അവിടെ. 13 വില്ലേജ് പഞ്ചായത്തും ബാക്കി 11 എന്തോ അങ്ങനെ വരും. നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല. അല്ല, അവിടെ ഏകദേശം 2 ലക്ഷമാണ്. പക്ഷേ ഇത്ര ഇല്ല, 7-8 ഒക്കെ പഞ്ചായത്ത്. ഓക്കെ, അപ്പം അവിടെ എല്ലാ സ്ഥലവും നല്ല പരിചയമുണ്ട്. നല്ല പരിചയമുണ്ട് സാർ, നല്ല പരിചയമുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഒരു റിലീജിയസ് ഇക്വേഷൻ എങ്ങനെയാണ് മനസ്സിലാവുക? ഒരു 65% നാടാർ കമ്മ്യൂണിറ്റിയാണ് സാർ. ഈ CSAക്കാരെല്ലാം നാടാന്മാരാണോ? അല്ല, ആണ്. 90% അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ വേറെ RC ഉണ്ട്, മലങ്കരയുണ്ട്, ഒരു ക്രിസ്ത്യൻ 70% ക്രിസ്ത്യൻ വരും സാർ. ഓക്കെ, അതാണ് പശ്ചാത്തലം. ഇനി അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഈ സിറ്റിംഗ് സീറ്റാണല്ലോ അവിടുത്തെ. ആ സിറ്റിംഗ് MLAക്ക് എന്ത് സംഭവിച്ചു? താരക കട്ട്പട്ട് എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരത്തിയുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ പാർട്ടി പുള്ളിക്കാരത്തി അംഗീകരിക്കുകയും കുളച്ചൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതും സിറ്റിംഗ് സീറ്റാണ്? അതും സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? കഴിഞ്ഞ 33,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സാർ. 2021 ബൈ ഇലക്ഷൻ ആയിരുന്നു. അത് 2021 സ്ഥാനാർത്ഥി നമ്മുടെ സിറ്റിംഗ് സീറ്റ് MLA അല്ലായിരുന്നു. സിറ്റിംഗ് സീറ്റ് MLA ആയിരുന്നു. അവർ 2024 ആയപ്പോൾ അവർ BJPയിൽ പോയി. MLA ആയിരിക്കുമ്പോൾ തന്നെ BJP പോയി. അവരാണിപ്പോൾ BJP സ്ഥാനാർത്ഥിയായി എനിക്കെതിരെ മത്സരിക്കും. അവരെന്നിട്ട് 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ അവർ മത്സരിച്ചോ? അവർ മത്സരിച്ചില്ല. ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ മത്സരിച്ചില്ല. വേറെ ഒരു വ്യക്തിയാണ് മത്സരിച്ചത്. അവർക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 33,000 വോട്ടിനും എൻ്റെ ഭൂരിപക്ഷത്തിൽ. 2021
എത്ര ഭൂരിപക്ഷമായിരുന്നു അവർക്ക്? എൻ്റെ കണക്ക് ഓർമ്മ ശരിയാണ് 20 something അല്ലേ? 20 ആയിരുന്നു സാർ. അത് 30 ആക്കി. 30 ആക്കി. അപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റിലേക്കാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അതെ സാർ. എന്താണ് പ്രതീക്ഷ? എനിക്ക് പാർട്ടി എനിക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടണമെന്നാണ്. എനിക്കതിൽ വിശ്വാസമുണ്ട് സാർ. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ 50,000 വോട്ട് നേടുമെന്ന് കണക്ക് കൂട്ടുന്നത്? സാറ്, ഞാൻ ഈ കഴിഞ്ഞ 8 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യത്തോടുകൂടി ജനങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും. ഞാനിപ്പോൾ വിളവങ്കോട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേസമയം ഞാൻ വേറൊരു ഉത്തരവാദിത്വത്തിൽ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. CSI സഭയുടെ സെക്രട്ടറി. ഇവിടെ ഞാൻ ഈ 6-7 വർഷം കൊണ്ട് 23ഓളം വീടുകൾ പാവങ്ങൾക്ക് ചെയ്തു കൊടുത്തു ഈ മഹായിടവകയിൽ. ഈ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ CSI സഭയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴേ പറ്റത്തുള്ളൂ, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കറിയത്തില്ലാത്തതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഭൂരിപക്ഷം ആളുകൾ, എൻ്റെ മറുനാടൻ്റെ പുതിയ പ്രേക്ഷകർക്ക് പലർക്കും താല്പര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. ശരി സാർ. അപ്പോൾ ഈ CSI സഭ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആംഗ്ലിക്കൻ സഭയായി രൂപപ്പെട്ടതും പിന്നെ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം CSI NSI എന്ന നിലയിൽ അതൊന്ന് പറഞ്ഞാൽ അതിന് പരിധിയിലെന്ന് പറഞ്ഞു. സാറ്, ഇത് CSI സഭ 7 വിഭാഗങ്ങൾ ചേർന്ന് 1947 സെപ്റ്റംബർ 27 എന്നാണ് എൻ്റെ ഓർമ്മ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള രീതിയിൽ രൂപപ്പെട്ടത്. ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ രൂപപ്പെട്ടതിന് ശേഷം അന്ന് 11 മഹായിടവകളെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു അതിന് മുമ്പോ CSI എങ്ങനെയാണ് ഈ 47 മുമ്പ് അപ്പോൾ CSIക്കാരെ ആരായിരുന്നു? ബാസൽ മിഷൻ ഉണ്ടായിരുന്നു, കോൺഗ്രിഗേഷൻ സഭയുണ്ടായിരുന്നു, കോൺഗ്രിഗേഷൻ പരമ്പര ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാരടക്കമുള്ള ആളുകൾ അവരുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അതിന്റെ ഭാഗമായിരുന്നു. അതെ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അതിന്റെ അതും ഇതിന്റെ ഭാഗമായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പല ചർച്ചുകളും അതെ, അത് ഒരുമിച്ചു. അപ്പൊ ഈ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും. ഇപ്പൊ ബാസൽ മിഷന്റെ ഐഡന്റിറ്റി സ്വാഭാവികമായിട്ടും കാലക്രമേണ നഷ്ടപ്പെടുമല്ലോ. അല്ല, അപ്പൊ മെത്തഡിസ്റ്റ് ഒക്കെ മെത്തഡിസ്റ്റ് ഇതിലുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഇപ്പോഴും പക്ഷെ മെത്തഡിസ്റ്റ് പറഞ്ഞ പള്ളി കാണാമല്ലോ. കാണാം. പക്ഷെ CSIയിൽ ചേർന്നവർ, എൻ്റെ മെത്തഡിസ്റ്റ് സഭ കേരളത്തിൽ ഇല്ല. ഞാൻ മെത്തഡിസ്റ്റ് ചർച്ച ഇല്ലല്ലേ, എൻ്റെ അറിവിലില്ല. അപ്പൊ ആ ചർച്ചകൾ ഏതൊക്കെ ചർച്ച ഏകദേശം? സാർ, എൻ്റെ ഓർമ്മ മെത്തഡിസ്റ്റ്, ബാസൽ മിഷൻ, കോൺഗ്രിഗേഷൻ പാരമ്പര്യം, ബാപ്റ്റിസ്റ്റ് ഇല്ല. എനിക്ക് പൂർണ്ണമായിട്ടും പറയാറില്ല. പക്ഷെ പല സഭകൾ ചേർന്ന് 1947 സെപ്റ്റംബർ 27 CSI സഭ രൂപപ്പെട്ടത്. നിങ്ങളുടെ ഈ സഭയുടെ പരമാധികാരി ആരാണ്? മോഡറേറ്ററാണ് സാർ. അതായത് ഇപ്പൊ 24 രൂപതകളാണുള്ളത്. കേരളം രൂപതയെ നിങ്ങൾ മഹായിടവക എന്ന് പറയും. കേരളത്തിൽ അങ്ങനെ വിളിക്കാൻ കാര്യം രൂപത എന്ന് വിളിക്കാതെ നമ്മുടെ കാത്തലിക് സഭകളാണ് രൂപത എന്ന് പറയുന്നത്. നമ്മുടെ മഹായിടവക എന്ന് പറയുന്നത് 21 മഹായിടവക 24 ഉണ്ട്. കേരളത്തില് 6 മഹായിടവകളുണ്ട്. ഇപ്പൊ സൗത്ത് കേരള ഡയസിസ്, കൊല്ലം കൊട്ടാരക്കര ഡയസിസ്, മധ്യ കേരള ഡയസിസ്, ഈസ്റ്റ് കേരള ഡയസിസ്, മലബാർ ഡയസിസ്, കൊച്ചിൻ ഡയസിസ്. ഈ മേലുകാവിലുള്ള ഏതാ? മേലുകാവിലുള്ള ഈസ്റ്റ് കേരള ഡയസിസ്. ഈസ്റ്റ് കേരള ഡയസിസ് ആണ്. അപ്പൊ അങ്ങനെ 24 ഇടവകൾ കേരളത്തിൽ 6, തമിഴ്നാട് 8. പിന്നെ തമിഴ്നാട്ടിലാണ് കൂടുതൽ. 8 ഇപ്പൊ 9 ആയിട്ടുണ്ട് സാർ. ഈറോഡ്, സേലം 9 ആയിട്ടുണ്ട്. 3 ഡയസിസ് പിന്നെ നമ്മുടെ കർണാടക സെൻട്രൽ, കർണാടക നോർത്ത്, കർണാടക സൗത്ത്. 6 ഡയസിസ് ആന്ധ്ര, തെലങ്കാന. രണ്ടുകൂടെ ഒന്നായിട്ടാണ് കാണുന്നത്. ഈ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണോ അതോ കേരള? ഡയസിസ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. അംഗങ്ങൾ ഈ 24 മഹായിടവയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് സൗത്ത് കേരള ഡയസിസിലാണ്. എത്ര പേര്? 9,63,000 പേര് നമ്മളുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർ. ഈ പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമായുള്ള പാറശാല മുതൽ നമ്മുടെ കഴക്കൂട്ടം, ആറ്റിങ്ങൽ വരെയുള്ള സ്ഥലത്ത്. ആറ്റിങ്ങൽ കഴിഞ്ഞ് അടുത്ത് കൊല്ലം കൊട്ടാരക്കര ഡയസിസ് തുടങ്ങും. അപ്പോൾ ഈ 10 ലക്ഷത്തോളം ആളുകളുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ കാണാം, രജിസ്റ്റർ ചെയ്യാത്തവർ കാണാം സാർ. അതായത് അസോസിയേറ്റ് മെമ്പറായിട്ട് വരുന്നവർ കാണാം. അപ്പോൾ ഈ മഹാ ഇടവക എന്ന് പറയുമ്പോൾ താഴത്തെ ഇടവകയുടെ പേരെന്താ? ഇല്ല, പള്ളികളാണ്. ഈ മഹായിടവയ്ക്ക് കീഴിലുള്ളത് പിന്നെ ചർച്ചസ് ആണ്. അതിന് ഇടവക എന്നല്ല പേര്. അല്ലല്ല, അതിന് ഇടവക എന്ന് പറയും സാർ. ഇത് മഹാ ഇടവക, അതിന്റെ കീഴിൽ കൊച്ചിടവകകൾ. അതെ സാർ. ഇതിന്റെ ഇടയിൽ വേറെ സംവിധാനമില്ല. ഡിസ്ട്രിക്ട് ഇടവകകൾ, അതായത് ഡിസ്ട്രിക്ട് ചർച്ച് കാണും. ഇപ്പൊ ഉദാഹരണത്തിന് മുക്കോല ഡിസ്ട്രിക്ട് ചർച്ച് ഞാൻ എപ്പോഴും കാണാം. അത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഡിസ്ട്രിക്ട് ചർച്ചാണ്. ആ ഡിസ്ട്രിക്ട് ചർച്ചിനെ കാണും. ഇപ്പം ഡിസ്ട്രിക്ട് ചർച്ചില്
നമുക്ക് ഇവിടെ കത്തീഡ്രൽ പള്ളി ചർച്ചിൽ ഏകദേശം 2000 ഫാമിലി, അത്രയധികം ഫാമിലി മെമ്പേഴ്സുണ്ട്. മുക്കോലയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 700ഓളം ഫാമിലി മെമ്പേഴ്സുണ്ട്. പക്ഷേ ആ ഡിസ്ട്രിക്ട് ചർച്ചിനേക്കാളും കുറവായിരിക്കും അതിന് കീഴിലുള്ള ചർച്ചുകൾ, ഇടവകകളിൽ. അപ്പം ഈ മഹായിടവകയുടെ സെക്രട്ടറി ആയിട്ട് എത്ര കാലമായി? സർ, ഞാൻ 2020 ഡിസംബർ 8 മഹാ ഇടവകയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ എന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ട് വെച്ചു. അതായത് മറ്റേ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയം? എഞ്ചിനീയറിംഗ് കോളേജുമായിട്ടുള്ള വിഷയമല്ല സാർ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ബിഷപ്പാണ് പരമാധികാരി. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണെങ്കിലും ബിഷപ്പിനെ അംഗീകരിച്ച്, ഇപ്പോൾ എല്ലാ മേഖലയിലും ബിഷപ്പിനെ അംഗീകരിച്ച് പോകണമെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ബിഷപ്പിനെയും ജനാധിപത്യ ക്രമപ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത് സാർ. ഓരോ പള്ളിയിലും അച്ഛനായിരിക്കണം, മിനിമം 10 വർഷം പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരിക്കണം, 50 വയസ്സ് മിനിമം ആയിരിക്കണം, പിന്നെ 5 വർഷം, അതായത് 62 വയസ്സിൽ കൂടുകയും പാടില്ല. കാരണം 67 വയസ്സ് വരെ നമുക്ക് ബിഷപ്പായിട്ട് സേവനമനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോമിനേഷൻ കൊടുക്കുവാണ്? അങ്ങനെയുള്ള ഒരു നോമിനേഷൻ കൊടുക്കുകയാണ്. ആരാണ് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പള്ളിയിൽ 100 കമ്മ്യൂണിയൻ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ 5 ഡീക്കരെയാണ് അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. അപ്പോൾ ഒരു പാനലിൽ 5 പേര് നിൽക്കും, വേറൊരു പാനലിൽ 5 പേര് നിൽക്കും. ഇതിൽ 3 പേര് ജയിച്ചാൽ ആ കമ്മിറ്റി ഒരാളെ തിരഞ്ഞെടുക്കും, മെജോറിറ്റി വന്നാൽ. അപ്പോൾ അങ്ങനെയുള്ള 100 കമ്മ്യൂണിയൻ മെമ്പേഴ്സുള്ള പള്ളിയിൽ ഒരു വോട്ട്, 250 കമ്മ്യൂണിയൻ മെമ്പേഴ്സ് ഉള്ളവർക്ക് 2 വോട്ട്, 249 ആണെങ്കിലും ഒന്നേ ഉള്ളൂ. 400 വന്നാൽ 3 വോട്ട്, 450 വന്നാൽ 3 വോട്ട്. കമ്മ്യൂണിയൻ മെമ്പേഴ്സ് പറഞ്ഞാൽ ഒരു വോട്ട്, ഒരു ഇടവകക്കാരൻ, തിരുവത്താഴം എടുക്കുന്ന ഇടവകക്കാരനായതുകൊണ്ട് വോട്ടില്ല. നമുക്ക് അവൻ കറക്റ്റായിട്ട് തിരുവത്താഴം എടുത്തേക്കണം, അവൻ മാസവരി കെട്ടിയേക്കണം. ചിലരൊക്കെ മാസവരി കെട്ടാൻ തയ്യാറാകത്തില്ല, അപ്പോൾ യോഗ്യതയില്ല. വോട്ടറാവണമെങ്കിൽ തിരുവത്താഴം എടുത്തിരിക്കുന്ന ആളായിരിക്കണം, മാസവരി അടച്ചിരിക്കണം, സഭാ നടപടികൾക്കനുസൃതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരായിരിക്കും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആളുകളാണ്. അച്ഛന്മാർക്ക് വോട്ടില്ല? അച്ഛന്മാർക്ക് എല്ലാവർക്കും വോട്ടുണ്ട്. അച്ഛന്മാർക്കും പ്ലസ് ഈ പറയുന്നവർക്കും വോട്ടുണ്ട്. ഈ സഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് 650 കമ്മ്യൂണിയൻ മെമ്പേഴ്സോ അതിന് മുകളിൽ വന്ന 4 ഉള്ളൂ, മാക്സിമം 4 വരാവും. ശരി. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നിങ്ങൾ അച്ഛന്മാരോടാണ് വോട്ട് ചെയ്യുന്നത്? അച്ഛന്മാർ വോട്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്യപ്പെട്ട ഓരോ പള്ളിയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടവർ ഒരാൾ വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു മെത്രാനെ തിരഞ്ഞെടുക്കുന്നത്? അതെ. ഓക്കെ. അങ്ങനെ അതിനോടൊപ്പം തന്നെ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നതോ? സെയിം പ്രൊസീജിയറാണ്. വോട്ടേഴ്സ് സെയിം ആണ്. ഈ പള്ളികളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവും ഈ അച്ഛന്മാരും കൂടെയാണ് ഈ മെത്രാനെ തിരഞ്ഞെടുക്കുന്നതും. ഈ ഓഫീസേഴ്സ്, മഹായിടവ ഓഫീസേഴ്സ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കും. എത്ര കാലാവധി? 3 വർഷമാണ് കാലാവധി. അച്ഛന്മാർക്ക്? ബിഷപ്പിന് 67 വയസ്സ്. ബിഷപ്പിന് 67 വരെ. അതെ. ട്രസ്റ്റികൾക്ക് 3 വർഷം. ട്രസ്റ്റ് വേറെ ട്രസ്റ്റ് ഉണ്ടോ ഇതിനകത്ത്? അല്ല, ഇല്ല, ഇവിടെ വേറെ ട്രസ്റ്റ് ഇല്ല. ശരി. എന്നിട്ട് ഭരണം ആരാ നടത്തേണ്ടത്? ഭരണം അഡ്മിനിസ്ട്രേഷൻ ഈ ഭാരവാഹികളാണ്, അതായത് സെക്രട്ടറി, ട്രഷറർ, വൈസ് ചെയർമാനാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും പരമാധികാരി ബിഷപ്പാണ്. ബിഷപ്പുമായിട്ട് യോജിച്ച് നിന്ന് ഭരണം, CSI ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അവിടെ എക്കാലത്ത് ഞാൻ പണ്ടൊക്കെ ഇതിലേ പോകുമ്പോൾ ഇവിടെ ഈ ആളുകൾ സമരം നടത്താൻ കാണാമായിരുന്നു. അതെ. ആ കത്തീഡ്രലിന് മുമ്പിൽ. അതെ അതെ അതെ. അതെന്തായിരുന്നു? അതായിരുന്നു അന്നത്തെ വിഷയം. സാർ, അന്നത്തെ വിഷയം ഈ കത്തീഡ്രൽ വിഷയമാണ് ഏറ്റവും കൂടുതൽ മഹായിടവൊക്കെ കുഴപ്പത്തിലാക്കിയത്. അതിനുള്ള കാരണം നമ്മുടെ ദക്ഷിണേന്ത്യ സഭയിൽ 24 മഹായിടവയിൽ 20ഓളം മഹായിടവകൾ കത്തീഡ്രൽ സഭകളുണ്ട്. അപ്പോൾ ഈ കത്തീഡ്രൽ എല്ലായിടത്തും ഇല്ല. ഒരു മെത്രാൻ്റെ ആസ്ഥാനം കത്തീഡ്രൽ കത്തീഡ്രൽ നമുക്ക് ഈ കോൺഗ്രിഗേഷണൽ പാരമ്പര്യത്തിൽ നമുക്ക് വരുമ്പോൾ എപ്പിസ്കോപ്പസ് അംഗീകരിച്ചുകൊണ്ട് പോകേണ്ട ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ ഈ കത്തീഡ്രൽ നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഒരു രൂപതയിൽ അല്ലെങ്കിൽ ഒരു മഹായിടവകയിൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു മഹായിടവക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാകുന്നില്ല. CSI എന്നല്ല, ഒരു സഭയിലും ഇല്ല, ഒരു ഡിനോമിനേഷനും ഇല്ല. എന്ന് മാത്രമല്ല സാർ, നമ്മുടെ മിഷണറി പ്രവർത്തനം ഏകദേശം 700ഓളം മിഷണറി പ്രവർത്തകരെ നമ്മൾ വിട്ടിട്ടുണ്ട് പലയിടത്തായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സഭകളുള്ളത് ദക്ഷിണ കേരള മഹായിടവയിലാണ്. അപ്പോൾ ഈ സഭയെ കാലാകാലങ്ങളിൽ ഭിന്നിപ്പിച്ച് പോകുന്ന രീതിയിലും ആരും അംഗീകരിക്കാത്ത രീതിയിലും വന്നതുകൊണ്ട് ഈ തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു കത്തീഡ്രൽ വേണമെന്നുള്ള ഒരു ആശയം. അപ്പോൾ നേരത്തെ ഇല്ലായിരുന്നു? നേരത്തെ കത്തീഡ്രൽ ഇല്ലായിരുന്നു. ഓ, അത് ശരി.
കത്തീഡ്രൽ ഇല്ല. ഈ 650 സഭയുണ്ടെങ്കിൽ നമുക്കൊരു കത്തീഡ്രൽ ഇല്ല. കാരണം ഈ സഭ 1890 പിന്നെ നമ്മുടെ മിഷണറി വര്യന്മാർ വെച്ചതാണ്. അതിനാർക്കും അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. 17 ഏക്കർ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ പാളയത്ത് 17 ഏക്കറുണ്ട്. അത് അപ്പോൾ വലിയ സംവിധാനമാണ്. അപ്പം ഞാൻ അന്നിരുന്ന നമ്മുടെ മോഡറേറ്റർ, പള്ളി വലിയ പള്ളിയാണോ? വലിയ പള്ളിയാണ്. പക്ഷെ വെളിയിൽ നിന്ന് കണ്ടാൽ ചെറുതാ തോന്നുന്നത്. വലിയ പള്ളിയാണ്, ബ്രിട്ടീഷുകാർ വെച്ച. സാറേ അത് കാണുമ്പോൾ അറിയാമല്ലോ സാർ, സായിപ്പന്മാർ വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ആശയം പറഞ്ഞു. കത്തീഡ്രലായിട്ട് പദവി കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? കത്തീഡ്രലായിട്ട് പദവി എടുക്കുന്നത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്താൽ മതി. പക്ഷെ ആ സഭക്കാർക്ക് അവർക്ക് ആ സഭയുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ഇടവകയ്ക്ക് അത് കത്തീഡ്രൽ വേണ്ട. അത് നമ്മുടെ MM ചർച്ച് എന്ന ഒരു ആശയം പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഇത് അപ്ഗ്രേഡ് ചെയ്യണം നിങ്ങളുടെ സഭയെ. ഇത് MMCSI കത്തീഡ്രലായിട്ടിരിക്കട്ടെ, MM ചർച്ചിന് വരെ MMCSI കത്തീഡ്രലായിട്ടിരിക്കട്ടെ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ പരിപാലിച്ച് അതിനെ കത്തീഡ്രലാക്കി. അപ്പോൾ അവിടെയുള്ള കുറച്ച് പേർ, എല്ലാവരുമല്ല, കുറച്ച് പേർ അതിനെതിരെ ഇപ്പോഴും പ്രക്ഷോഭമുണ്ട്. അതിനെതിരെ അവർക്ക് അമർഷം. ഒഫീഷ്യലി അത് കത്തീഡ്രലായി. നിയമപരമായിട്ട് അതിൽ കേസ് കൊടുത്തപ്പോഴും കോടതിയും പറഞ്ഞത് അത് കത്തീഡ്രലായി നിലനിൽക്കുമെന്നാണ്. വീണ്ടും ചെറിയ ചെറിയ കേസുകൾ അവർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കത്തീഡ്രലായി നിൽക്കുന്നത്. അതിന് കാരണം അവിടുത്തെ ഭൂരിപക്ഷ ഇടവക്കാരുടെ നിലപാടെന്താ? കത്തീഡ്രലായിട്ട് പോകണമെന്നാണ് ഭൂരിപക്ഷ ആളുകളുടെയും നിലപാട്. അത് തന്നെയാണ്. പക്ഷേ സാറ്, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരുപാടുണ്ട്. കത്തീഡ്രലായാലും കുഴപ്പമില്ല, നമുക്ക് ആരാധിച്ചാൽ മതി. ഞാനത് കത്തീഡ്രലാക്കുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം ഇതായിരുന്നു സാർ. കാരണം നമ്മുടെ വിതുര പോലുള്ള സ്ഥലം, അമ്പൂരി പോലുള്ള സ്ഥലം, അവിടെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഉള്ള മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? എൻ്റെ മോളുടെ കല്യാണം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് നടത്തണം. അല്ലെങ്കിൽ കത്തീഡ്രലായാലും സാർ അവരെ കയ്യിൽ നിന്നൊന്നും കാശ് വാങ്ങാതെ ചെയ്യിപ്പിക്കാനുള്ള അധികാരം, പരമാധികാരം ബിഷപ്പിന് കിട്ടും. അപ്പോൾ ഞാൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഏകദേശം 50ഓളം കല്യാണം അങ്ങനെ നടത്തി, ഒരു കാശ് വാങ്ങാതെ. അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവർ MM ചർച്ച ആയിരുന്നപ്പോൾ ഏകദേശം 35,000 രൂപ വരെ ഇവർ ചാർജ് ചെയ്യും. അപ്പോൾ വാണിജ്യവൽക്കരിക്കേണ്ടതല്ല സഭ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. പിന്നെ ഈ ആശയം കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് പേര് എതിർത്തു. ആ എതിർപ്പ് കുറച്ച് പേർക്ക് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഒരുപാട് പേർ മാറി വന്നിട്ടുണ്ട്. ഈ കത്തീഡ്രൽ ആയതിൻ്റെ ഗുണം എന്താണ്? ഇതാണ് സാറേ, സാറേ ഇപ്പോൾ ഒരു അധികാരി വന്നു, ഇത് CSI ചർച്ചിൻ്റെ കത്തീഡ്രലാണ്, നമുക്കൊരു മുഖം അവിടെയുണ്ട്. നമ്മുടെ ജനതയെക്കുറിച്ച് അധികാരികൾ ചിന്തിക്കുന്ന. ചാൾസ് MPയുടെ കാലത്ത് ഈ സഭയ്ക്ക് മാന്യതയുണ്ട്. ലീഡർ കരുണാകരൻ സാറ് ഈ സഭയിൽ വന്ന് ബിഷപ്പിനെ കാണുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അധികാരികൾ പിന്നത്തേതിൽ തമ്മിൽ ഭിന്നിപ്പ് വന്നപ്പോൾ ഇതിനെ മുതലെടുത്ത് ഇലക്ഷൻ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ജനതയായി ഇത് മാറി. ഈ എവിടെയാണ് ബിഷപ്പിൻ്റെ ആസ്ഥാനം? ഈ കത്തീഡ്രലിന്റെ പിറകിൽ നമ്മുടെ ബിഷപ്പ്. പണ്ടും അങ്ങനെ തന്നെയാണ്. ആ ഇടവകയുടെ സ്ഥലം മുഴുവൻ അല്ല, അത് ദക്ഷിണേന്ത്യ സഭയുടെയാണ്. ഈ സ്ഥലങ്ങൾ മൊത്തം ദക്ഷിണേന്ത്യ CSITA ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ്റെ കീഴിലാണ്. ഏത് പള്ളിയായാലും അതിൻ്റെ ആസ്ഥാനം മദ്രാസാണ്. അങ്ങനെ ഒരു കമ്പനി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ബിഷപ്പ് ഹൗസ് ഉള്ളത് അന്നും പ്രശ്നമില്ലായിരുന്നു. അന്നും പ്രശ്നമില്ല. പക്ഷെ ആ പള്ളി കത്തീഡ്രലാക്കിയത് മാത്രമാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. അതിനോടൊപ്പം ഒരുപാട് ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ അകത്തുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. അവരുടെ മനസ്സിലൊരു വികാരം ഇത് കത്തീഡ്രലാകണ്ട എന്നുള്ളൊരു. മറ്റ് മഹാ ഇടവകൾക്കൊക്കെ കത്തീഡ്രലുണ്ടോ? നമ്മുടെ കൊല്ലത്തുണ്ട്, കൊല്ലം ഡയസിസിലുണ്ട്, കോട്ടയം ഡയസിസിലുണ്ട്, എല്ലായിടം ഉണ്ട്. ഏറ്റവും വലിയതിലില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ആശയം ഉന്നയിച്ചതും ആശയം നടപ്പിലാക്കിയതും. ഇപ്പോഴും ഹൈക്കോടതിയിൽ ഒരു കേസ് പെൻഡിങ് ആണ് സർ. സിവിൽ സ്യൂട്ട് അല്ലേ സർ? കുറച്ച് ദിവസം ഹൈക്കോടതിയിലെത്തി. അതെ, ഹൈക്കോടതിയിലെത്തി സർ. അതങ്ങനെ പോകുന്നു. അത് പോകുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രവീണിനെതിരെ ഇടക്കിടക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വന്നത്. ഞാൻ മറന്നുപോയി. ഒരുപാട് ആരോപണങ്ങൾ പലരും പ്രവീണിനെതിരെ കൊടുക്കാൻ ഞങ്ങളുടെ മറുനാടൻ വിരോധം ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്? തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ EDക്ക് പരാതി പോയിട്ടുള്ളത് എന്റെ പേരിലാണ് സർ. ഇടയ്ക്ക് നിങ്ങളുടെ EDയുടെ പരിശോധന നടന്നല്ലോ. എന്നെ 7 ദിവസം അവിടെ കൊണ്ട് പിടിച്ചു വെച്ചിരുന്നു സർ. ED ഡിപ്പാർട്ട്മെന്റ് എവിടെ? കൊച്ചിയിലെ ഓഫീസിൽ. അപ്പൊ വൈകുന്നേരമോ താമസവും? വൈകുന്നേരം ഒരു 2 അവിടുത്തെ എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥരെ വിടും, ഒരു മുറിയിൽ താമസിപ്പിക്കും. അവിടെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റുള്ള ഒരു ലോഡ്ജിൽ താമസിപ്പിക്കും. തിരികെ കൊണ്ടുവന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു സർ. എന്തായിരുന്നു ആ വിഷയം? അതായത് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദനം, ഇതായിരുന്നു മണി ലോണ്ടറിങ് ആക്ട്, ഇതായിരുന്നു വിഷയം. പേഴ്സണലി ആണോ സഭയുടെ ചുമതലക്കാരൻ്റെ നിലയിലാണോ? സഭയുടെ ചുമതലക്കാരനായതുകൊണ്ടാണ് സാർ എന്നെ
ഈ കത്തീഡ്രൽ വിഷയം വന്നപ്പോൾ എല്ലാവരും പരാതി കൊടുത്ത് പെട്ടെന്നൊരു റെയ്ഡ് വരുന്നു. അന്ന് വീട്ടിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അന്ന് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ നിരന്തരം ഇങ്ങനെ പരാതി പറയുമ്പോൾ ഈ അസത്യത്തെ സത്യമാക്കാനൊരു ശ്രമവും, പിന്നെ പരാതികൾ നേരിട്ട് പറയാൻ ഈ വനിതകളുമായിട്ടൊക്കെ ചെന്ന് പറയുമ്പോൾ അവർ ഇത് ശരിയായിരിക്കും, കുറച്ച് അവരുടെ പ്ലാൻ ഇങ്ങനെ ആയിരുന്നു. രാവിലെ 5 വനിതകളെ വിടും, ഉച്ചയ്ക്ക് വനിതകളെന്ത് പരാതിയാ? നിവർത്തിയില്ല, ഇവിടെ കൊണ്ട് അരാജകത്വമാണ് ഈ സഭയിൽ നടക്കുന്നത്. നമ്മളെ ഇടിക്ക് എന്താ റോള് അതിനകത്ത്? എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഓഫീസേഴ്സ് പറഞ്ഞതാണ്, നീ വലിയ കുഴപ്പക്കാരനാണെന്നാണ് കേൾക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നണേ ഉറപ്പായിട്ട് സാറിനെ പോലുള്ളവർക്കൊക്കെ പരാതി വന്നിരിക്കും. അല്ല, എനിക്ക് ഇഷ്ടം പോലെ അസ്വാഭാവികം, നിരന്തരം ആളിവിടെ വരുമായിരുന്നു. അതെ അതെ. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് ഒരാളുടെ ഒരു സ്വത്ത് എഴുതിയെടുത്തൊരു സംഭവം ഉണ്ട്, അനന്തപുരി മണികണ്ഠൻ. അതെ, അനന്തപുരി മണികണ്ഠൻ. അന്ന് ഇതിന് പിന്നെ നിങ്ങൾ ആൾ വന്നു. അതെ സാർ, എവിടെ എന്ത് നടന്നാലും എനിക്കെതിരെ എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് കൊടുക്കാം, നിങ്ങളെ തെളിവ് കൊണ്ടുവരാം. അപ്പോൾ ചില എന്തൊക്കെയോ ആ കണക്ഷൻ. സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ദൈവം അനുഗ്രഹിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ED ഓഫീസിൽ 3ാമത്തെ പരാതി കൊടുത്തപ്പോൾ പോയപ്പോൾ അവിടെയുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് കാണിച്ചു തന്നിട്ട് ഒരു ബോക്സ് കാണിച്ചിട്ട് പറയുന്നത്, അത് എന്താണെന്ന് അറിയാം പ്രവീണിന്? ഞാൻ എന്തോ, അത് പ്രവീണിന് വേണ്ടിയുള്ള ബോക്സാണ്. ഈ വരുന്ന പരാതികൾ അവിടെ ഇപ്പോൾ അടുക്കി വച്ചിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും സഭയുടെ പ്രശ്നങ്ങൾ തീർക്കും. അപ്പോൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ചെയ്തു, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർ അത്രമാത്രം ഉപദ്രവിച്ചു, ഒരു കൂട്ടം, എല്ലാവരുമല്ല. പക്ഷെ അതേസമയം സഭയുടെ മെജോറിറ്റി ആളുകൾ ഇവിടെ നടക്കുന്ന ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും കണക്കിലെടുത്ത് അവിടെ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഫലവത്തായി എന്നുള്ളതാണ് വസ്തുത. EDയുടെ കേസ് എവിടം വരെയായി? ഇല്ല, EDയുടെ കേസ് ഞാനിതിൽ, കാരണം 2016 നടന്ന കാരക്കോണം മെഡിക്കൽ കോളേജ് നടന്ന അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ED കേസ് ചാർജ് ചെയ്തത്. അപ്പോൾ 2016 ഞാൻ അധികാരിയല്ല, അതുകൊണ്ട് എൻ്റെ പേര് എടുത്തു കളയണം. അല്ലെങ്കിൽ പക്ഷേ അപ്പം ഞാൻ EDക്ക് കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ പ്രതി ആവണമല്ലോ. അപ്പോൾ ആ കേസ് നിങ്ങൾ പ്രതിയായിരുന്നോ? ഒരു പ്രതിയുമല്ല. അപ്പം അവന് എടുക്കാൻ പറ്റത്തില്ല. അതാണ് സ്വാഭാവികമായിട്ട്. അതാണ് 7 ദിവസം ഒരു ചോദ്യം ചെയ്ത് ആദ്യം തന്നെ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ, ഞാൻ പ്രതിയല്ലെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആരോട് പറയാം സാർ? താഴെ ഫോൺ പിടിച്ച് അങ്ങ് വാങ്ങി അങ്ങ് മുകളിൽ പോയതിന് ശേഷം ഞാൻ മറുലോകം കാണുന്നത് ഈ 6ാമത്തെ 7ാമത്തെ ദിവസമാണ്. റെക്കോർഡിക്കലി നോക്കുമ്പോൾ അവിടെ പിന്നെ ഞാൻ രാവിലെ വന്ന് കയറുന്നു, വൈകുന്നേരം രാത്രി 10, എന്നെ വിടുന്നത് രാത്രി ഒരു 11 മണി. ഫോൺ തരും, അന്നേരം ഫോൺ തരും. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. പക്ഷെ അവരുടെ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യത്തിന് ലീഗലി ഒന്നുമില്ല. എനിക്ക് ഈ ഫോണ് ഈ വൈകുന്നേരം 11 മണിക്ക് തന്നിട്ട് ഈ ഫോണിനെ അവർ ട്രേസ് ചെയ്യും, ഞാൻ ആരെയൊക്കെ വിളിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഫോണും സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ വിളിക്കാം. സുഖമായിരിക്കുന്നു, ഇവിടെ കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ സാർ, വേറൊരു കാര്യം സാർ, ഞാൻ കൊച്ചിലെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു, KSUവിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ ഒരു MLAയോ അല്ലെങ്കിൽ ആരെങ്കിലും സമീപിച്ച് നമ്മുടെ വിഷമങ്ങൾ പറയാനും ആ യാഥാർത്ഥ്യം ആ ഓഫീസറുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇത് വേറൊരു ലോകത്തിൽ ചാരാൻ പറ്റാത്തൊരു സ്റ്റൂളിലും തന്നിട്ട് 2010 പ്രമാണം എടുത്തിട്ട് ഈ വസ്തു എങ്ങനെ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ കാണില്ല. ഞാൻ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ലാഭം കിട്ടുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് 2 സെൻറ്റ് വസ്തു വാങ്ങും. അപ്പോൾ ഇതെങ്ങനെയാണ് ആ കണക്കെടുത്ത് കാണിക്കുക? അതേ സെയിം സമയത്ത് ചോദിക്കും 2021 വന്ന ഈ കാർ എവിടെ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ മെൻ്റൽ ടോർച്ചറിങ് ഒരു 7-8 പേര് ചുറ്റും ഇരുന്ന് ചോദിക്കുമ്പോൾ ശത്രുക്കൾക്ക് പോലും ഈ ഗതികേട് വരരുതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ എൻ്റെ ദൈവം ഈ പ്രശ്നങ്ങളിൽ നിന്നല്ല എന്നെ ഇന്ന് ഒരുപാട് മാനിച്ചു. ഞാൻ ഈ സങ്കടങ്ങൾ പറയാൻ, പിന്നെ സാറിനെ പോലുള്ള ആരെങ്കിലും എന്നെ ഒന്ന് കേൾക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ അന്നൊക്കെ അനുഭവിച്ച പീഡകൾ ഞാൻ വീട്ടിൽ വന്ന് ശരിക്കും കരയുകയായിരുന്നു. ഇതിനുള്ള പാപം എന്താണ് ഞാൻ ചെയ്തത്? പക്ഷേ EDയുടെ കേസെടുത്താലെല്ലാം സ്ഥിതി ഇതാണെന്നാ പറയുന്നത്. ED എടുത്ത് അവർക്ക് കണ്ണിച്ചോരില്ല, അവർ ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കും. അവരെ സംബന്ധിച്ച് അവർ ജോലി, ആ ജോലിയിൽ എന്നിട്ട് ഈ ദിവസം ഈ അവസാനം അവർക്ക് ബോധ്യപ്പെട്ടോ? സാർ, അവർക്ക് തന്നെ അറിയാം ഒന്നുമില്ലെന്ന്. ഇപ്പം ബിസിനസ് എടുക്കുമ്പോൾ സാർ ഒന്ന് ആലോചിച്ച് നോക്കും സാർ. ഞാൻ കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ് ആരും വീട്ടിൽ വൈഫൊന്നും ഹൈക്കോടതി പോയില്ല? വേണേ ഹൈക്കോടതി പോയിരുന്നല്ലോ, ഇത് ഇന്നെ പോയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ പോയാൽ
ഇവര് ഇല്ലാത്തൊരു കേസ് ഫ്രെയിം ചെയ്യും, ഉണ്ട് എന്ന് പറയും. സ്വാഭാവികമായിട്ട് ജയിലിൽ കിടന്നിട്ടേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ, പ്രതിയാവും. അതേസമയം അവിടെ 7 ദിവസം പീഡനം അനുഭവിച്ചാലും പീഡനം അനുഭവിച്ചാലും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ തങ്ങുകയായിരുന്നു. അപ്പൊ ഈ 7 ദിവസം അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തി. അപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു FIR പോലും ഇല്ലാതാണ് ഇവര് കേസെടുത്തത്. സാർ 2016 ഞാൻ അധികാരിയല്ല, അങ്ങനെ ഒരു കേസ് എന്റെ പേരൊന്നും ഇല്ല എന്തായാലും. അല്ല, അധികാരി അല്ലെങ്കിലും വേണം ഇവർ FIR ഇടും. പക്ഷേ FIR ഇല്ല, അങ്ങനെ ഒരു പേരില്ല. FIR ഇല്ലാതെ അതുകൊണ്ടാണ് കോടതി പ്രഥമ ദൃഷ്ട്യാലെ പുള്ളി ഇതിലെ പ്രതിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ കേസ് സ്റ്റേ ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് ജാമ്യം എടുക്കേണ്ടി വന്നില്ല. കോടതിയിൽ പോയോ? ഞാൻ കോടതിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ കോടതിയിൽ പോയി. എങ്ങനെ ഞാൻ പ്രതിയാവും? പ്രഥമ ദൃഷ്ടി എനിക്ക് വേറൊരു FIR ഇല്ല എൻ്റെ പേരിൽ. 2016 ഞാൻ അധികാരിയല്ല. ഞാൻ ഒരു രീതിയിലും സഭയിലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ ഞാൻ പെട്ടിട്ടില്ല. സാർ എനിക്ക് എൻ്റെ റെക്കോർഡ്സ് എല്ലാം കൊണ്ടു കൊടുക്കണം. അവർ ED നോട്ടീസ് അയക്കുമ്പോൾ സാറിന് അറിയായിരിക്കും. 10 വർഷത്തെ എന്നോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാർ കൊടുക്കുമ്പോൾ ഞാൻ പിന്നെ അപ്പം തന്നെ എൻ്റെ എല്ലാ റെക്കോർഡ്സും ക്ലിയർ ആണ്. അത് എനിക്ക് എന്നും പ്രതീക്ഷിക്കുന്നതുകൊണ്ട് എല്ലാം ക്ലിയർ ആണ്. അതെ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ ഡേറ്റിൽ 10 വർഷത്തെ റെക്കോർഡ്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ ചോദിച്ചിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നോട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചുള്ളൂ. ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സഹിതം കംപ്ലീറ്റ് വലിയ പെട്ടിക്കകത്താക്കി ആ പെട്ടിയും കൂടെ കൊണ്ട് കൊടുത്തു. അതെ സാർ, ഞാൻ കണ്ടായിരുന്നു. അത് സാറിന്റെ വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് സാറേ ഞാൻ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ് സാർ. എൻ്റെ പപ്പ കൃഷിക്കാരനും അമ്മ ഒരു സ്കൂളിലെ ടീച്ചറുമാണ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വീടുകൾ ചെയ്യുമ്പോൾ ഒരു വീട് സാറ് ചെയ്യുന്നെന്നിരിക്കട്ടെ, ആ വീടിൻ്റെ വാല്യൂ ഒരു 30 ലക്ഷം രൂപയാണെങ്കിൽ സാറ് ലോൺ കിട്ടുന്നത് ഒരു 15 ലക്ഷം രൂപയായിരിക്കും. സാർ ആ 15 ലക്ഷം രൂപ ലോൺ എടുത്ത് തരും. പിന്നെ എൻ്റെ പണി ചെയ്യുന്ന കാശ് സാറ് തരുന്നത് എവിടെയെങ്കിലും സാറിൻ്റെ ഓർണമെൻറ്റ്സ് പണയം വെച്ച് 1 ലക്ഷം രൂപ തരും. അത് കഴിഞ്ഞ് ആരെയെങ്കിലും ചിട്ടി വാങ്ങിച്ചൊരു 50,000 രൂപ തരും. അപ്പോൾ ക്യാഷ് വാങ്ങിയാലേ ഈ കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തെ റെക്കോർഡ് നോക്കിയപ്പോൾ കോടിക്കണക്കിന് രൂപ ഞാൻ 70ഓളം സൈറ്റുണ്ട്. പലരും കാശാണ് തന്നിട്ടുള്ളത്. അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എഴുതി വെക്കാതിരിക്കാൻ, റെക്കോർഡിൽ എഴുതി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. ഇങ്ങനെ ഒരു അപകടം വരുമെന്ന് അറിയില്ല. 20,000 രൂപ കൂടുതൽ ക്യാഷ് വാങ്ങാൻ പറ്റില്ല എന്നുള്ള ഭരണഘടനാ നിയമവും കിടപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതിയാവേല്ലേ അവിടെ. എന്നാൽ ഈ കാശ് തന്നവരെല്ലാം എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ടെക്നിക്കലി ആരെയും പ്രതിയാക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതിയാണിത് സാർ. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തോ സാർ, ഇവിടെ 100 സിറ്റിസൺ ഉണ്ടെങ്കിൽ 100 സിറ്റിസനെ ഇങ്ങനെ അന്വേഷിക്കണം, എന്നിട്ട് ഒരേ നിയമം നടപ്പിലാക്കണം. ഈ അരാജകത്വം സെലക്റ്റീവായിട്ടാകരുത്. എനിക്കറിയാവുന്നുള്ള എത്ര ബിസിനസ്സുകാരുണ്ട് ഇങ്ങനെ ഒറിജിനൽ കള്ളപ്പണ എത്ര പേര് നടത്തുന്നവരുണ്ട്. പക്ഷേ ആ പീഡകൾ സഹിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്ന അവസ്ഥയായി. സോഷ്യൽ മീഡിയയിലെ ആക്രമണം എല്ലാ രീതിയിലും ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് കൊല ചെയ്യുമ്പോൾ നമുക്ക് വേറെ നിർവാഹമില്ലല്ലോ സാർ. ആ ഒരു തവണയെ കേസായിട്ടുള്ളൂ അല്ലേ? ആ ഒരു തവണയെ രണ്ടാമതൊക്കെ നോട്ടീസ് വരും. പോകുമ്പോൾ തന്നെ അവർ ചിരിക്കും. അവർക്ക് ഇവിടുത്തെ ഇഷ്യൂ മനസ്സിലായി, ഇന്റേണൽ പൊളിറ്റിക്സ് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ എന്നെ ഒരു ദുരിതം എനിക്ക് അവിടെ വന്നിട്ടില്ല. നമ്മൾ ഇതിലേക്ക് വന്നത് അതിനു മുമ്പ് CSIയുടെ എങ്ങനെയാണ് സെക്രട്ടറി ആയത്? 2020 അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയി. മത്സരിച്ച് ജയിച്ചു. മത്സരിക്കാതെ സിനഡ് എക്സിക്യൂട്ടീവ് എന്നെ നിയമിച്ചു. ഇവിടെ അങ്ങനെ പറ്റുന്നേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ അവിടെ സിനഡ് എക്സിക്യൂട്ടീവ്, തിരഞ്ഞെടുക്കപ്പെട്ട സിനഡ് എക്സിക്യൂട്ടീവ് കൂടി 3/2 ഭൂരിപക്ഷത്തിൽ ഒരു കമ്മിറ്റിയെ വയ്ക്കാം. ആ കമ്മിറ്റി അവിടെ ഭരണ നടത്തിപ്പ് നടത്തുന്നത്. അത് മഹായിടവകയുടെ ഭരണത്തിൻ്റെ ചുമതല. മഹായിടവക ഭരണത്തിൻ്റെ ചുമതല. അതിന് ആ സമയത്ത് മറ്റേ കമ്മിറ്റി പിരിച്ചുവിട്ടോ? മറ്റേ കമ്മിറ്റി പിരിച്ചുവിട്ടു. സിനഡ് പിരിച്ചുവിടുകയും പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയോഗിച്ചു. കാര്യം അവിടെ തർക്കമുണ്ടായി. മെഡിക്കൽ കോളേജിലെ അഴിമതിയായി ബന്ധപ്പെട്ട്. ഇല്ല, മെഡിക്കൽ കോളേജിലെ അഴിമതിയല്ല. ബിഷപ്പിനെ ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഏത് തീരുമാനം എടുത്താലും ബിഷപ്പിൻ്റെ സൈൻ അവസാനം വേണം, ബിഷപ്പ് ബോധ്യപ്പെടണം. അപ്പോൾ അന്ന് വന്ന ഭരണസമിതി ബിഷപ്പുമായിട്ട് അകന്നു നിന്ന ഒരു ഭരണസമിതി ബിഷപ്പ് റസാലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അനുസരിക്കാതെ, അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ തമ്മിൽ ഭിന്നത രൂക്ഷമായപ്പോൾ ബിഷപ്പ് ഒന്നിലും ഇടപെട്ടില്ല. ഇടപെടാൻ അദ്ദേഹത്തെ അറിയിക്കാതെ പല കാര്യങ്ങളും ചെയ്തതുകൊണ്ട് അറിയിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് അദ്ദേഹം സിനഡിനെ ബോധ്യപ്പെടുത്തുകയും സിനഡ് എന്ന് പറയുന്നത് എല്ലാ 24 മഹായിടവിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 126ഓളം പ്രതിനിധികൾ. ബിഷപ്പ്മാരാണോ? അത് ബിഷപ്പുമാരും ഉൾപ്പെടും, പ്രതിനിധികളുമുണ്ട്. അവരാണ് പരമാധികാരികൾ. അവർ തീരുമാനിച്ചു ഇതിനെ പിരിച്ചുവിടുകയും പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടാണ് ആദ്യം വരുന്നത്.
അപ്പോൾ ഭയങ്കര എതിർപ്പുണ്ടായി കാണുമല്ലോ. സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടായി. ആ എതിർപ്പിനെ അതിജീവിക്കാൻ അന്ന് കാരണം ആ ഭരണവിരുദ്ധ വികാരം അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ നിന്നതുകൊണ്ട് ഒരു വിഭാഗം, വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ഈ കമ്മിറ്റിയെ തിരുമേനിക്ക് വേണ്ടി, ബിഷപ്പിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. പിന്നത്തേതിൽ ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ ഞായറാഴ്ചകളിലൊക്കെ എന്നെ ആരും വിളിക്കത്തില്ല, ആരും അംഗീകരിക്കത്തില്ല. അല്ല, തിരുമേനി നമുക്കെതിരായിരുന്നോ? തിരുമേനി സപ്പോർട്ടുണ്ടായിരുന്നു. എങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാതെ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അകലം പാലിച്ചു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ജനങ്ങളോടുള്ള ഇടപെടൽ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾ ചേർത്ത് തുടങ്ങി. ഒരു 2022 ആയപ്പോൾ എനിക്ക് പിന്നെ ഒരു ഞായറാഴ്ച ആകുമ്പോൾ 6-7 പള്ളിയും വിളി തുടങ്ങി. ഈ പള്ളിയിൽ എന്നാ നമ്മുടെ ജോലി? ഞാൻ ചെന്ന് ഒരു മെസ്സേജ് കൊടുക്കും സാർ. അല്ല, ഈ നിങ്ങളുടെ പള്ളി പറയേണ്ട അച്ഛന്മാരല്ലേ? ആണ്. പക്ഷേ ഗസ്റ്റായിട്ട്, ചീഫ് ഗസ്റ്റായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ ഈ പ്രാർത്ഥന, ഈ നമുക്കതിന് എന്തായാലും പറയുന്നത് കുർബാന, ഞങ്ങൾ പറയുന്നതിന് പ്രാർത്ഥന കുർബാനയല്ല, നമുക്ക് പ്രാർത്ഥനയാണ്. അതെ. സാധാരണ എത്ര മണിക്ക്? ഞങ്ങളുടെ ഇപ്പോൾ ഞായറാഴ്ച രാവിലെ 7 മണിക്കും 10 മണിക്കായിരിക്കും സാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു തവണയാണ് 2 തവണയാണോ പ്രാർത്ഥനയുള്ള ഞായറാഴ്ച? ഒരു തവണയാണ് സാർ. ചില പള്ളികളിൽ 3 പ്രാർത്ഥന കാണും. ഇപ്പം ഇംഗ്ലീഷ് പ്രാർത്ഥന കാണും, മലയാളം പ്രാർത്ഥന കാണും. ഈ പൊതുവെ എത്ര മണിക്ക് പ്രാർത്ഥന? നമുക്ക് കത്തീഡ്രലിൽ 6:30 തുടങ്ങും, ഒരു 11 മണി വരെ നീളും. 3 നേരമുണ്ട് സാർ. ഇല്ല, ഇംഗ്ലീഷ് പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ഇംഗ്ലീഷ് കഴിഞ്ഞ് വർഷിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് തമിഴ് വർഷിപ്പ്, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞ് നമുക്ക് പോരാ. അതിൽ ചേരുന്നവരങ്ങ് പോകും. ശരി. അത് എത്ര നേരം ഉണ്ടാവും? ഒരെണ്ണം. ഒരു മലയാളമാണ് എത്ര നേരം? മലയാളമാണെങ്കിൽ ഒരു 2 മണിക്കൂർ മിനിമം. അത് ആരാണ് ലീഡ് ചെയ്യുന്നത്? അച്ഛനാണ് ഫുൾ ലീഡ് ചെയ്യുന്ന. അച്ഛനാണ് പ്രസംഗിക്കുന്നത്, അച്ഛനാണ് മധ്യസ്ഥ പ്രാർത്ഥന, എല്ലാ റോളും അച്ഛന് തന്നെയാണ്. പക്ഷെ ഒരു സഭയിൽ ചീഫ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ മുഖ്യ പ്രാസംഗികൻ എന്നെഴുതി. ഇത് കുർബാനയുണ്ടോ ഞങ്ങളെ പോലെ നിങ്ങൾക്ക്? കുർബാനയായിട്ട് ദിനം പ്രതി കുർബാന എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. അതിനൊരു ഒരു പാറ്റേൺ ആണ്. ഒരു ദിവസം വരാം. നിർബന്ധമായിട്ട് ഈ മുക്കോല പള്ളിയോട് എനിക്ക് സ്നേഹം തോന്നാറുണ്ട്. ഞാൻ അതിലെയാണ് പോകുന്നത്. അതെ. എൻ്റെ കൃഷി അവിടെയാണ്. അതെ സാർ. അത് ശരി. അപ്പം എപ്പോഴും ഞാൻ ഈ പള്ളിയിലെ കൺവെൻഷനൊക്കെ കേൾക്കാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ കൃഷി എടുക്കുന്നിടത്ത് ഇവിടുത്തെ പ്രാർത്ഥന കേൾക്കാം, ഈ കൺവെൻഷൻ ഉള്ളത്. എനിവേ, എൻ്റെ ഒരു കസിൻ ഉണ്ട്, ജിൻസ്, ഫാദർ ജിൻസ്, അച്ഛനാ. CSI ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അവൻ നേരത്തെ ഇപ്പം തിരുമലയാന്ന് തോന്നുന്നു. തിരുമല ഉള്ള 4 പള്ളി, 4 ജിസ്മോൻ എന്നാണ്. 7 പള്ളി വേറെ ആയിരിക്കും പേര്. വേറെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. അതെ സാർ. അപ്പം എന്നിട്ടെന്ന് പറ്റി ഈ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ ഇലക്ഷൻ നടത്താൻ പറ്റാതായി. കാരണം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 3 വർഷത്തുള്ള തുടർച്ചയായിട്ടുള്ള വോട്ടർ പട്ടിക വേണം. അപ്പോൾ 2018 കയറിയ കമ്മിറ്റിക്ക് 2018-19 വോട്ടർ പട്ടിക, 19-20 വോട്ടർ പട്ടിക, 20-21 വോട്ടർ പട്ടിക വേണമെന്ന്. കോവിഡ് ആയതുകൊണ്ട്, പള്ളി അടച്ചതുകൊണ്ട് വോട്ടർ പട്ടിക ഇല്ലാതായി. അങ്ങനെ കോടതി പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 3 വർഷത്തെ വോട്ടർ പട്ടിക വേണം. അങ്ങനെ വന്നപ്പോൾ ഇലക്ഷൻ നടത്തണമെങ്കിൽ 2021, 22, 23, 24 വോട്ടർ പട്ടിക പുതുതായിട്ടെടുത്ത് ഇലക്ഷൻ നടത്തി. ആദ്യത്തെ ഇലക്ഷൻ ഇപ്പോൾ നടന്നത്. ആദ്യത്തെ ഇലക്ഷൻ. അപ്പം നിങ്ങൾ ഇതുവരെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്നു. കാരണം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് പിന്നെ വോട്ടർ പട്ടികയില്ല. അപ്പോൾ അതെല്ലാം റെഡിയാക്കി. അപ്പോൾ വോട്ടർ പട്ടികയിൽ പ്രശ്നമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ കോടതി ഇടപെട്ടു. കോടതി കമ്മീഷനെ വെച്ചു. സിനഡ് ഒരു ബിഷപ്പിൻ്റെ അധ്യക്ഷതയിൽ വേറൊരു കമ്മീഷനെ വെച്ചു. എല്ലാം പുനഃപരിശോധിച്ച് എടുത്തപ്പോൾ ഒരു ജനാധിപത്യ ക്രമപ്രകാരമുള്ള ഒരു ഇലക്ഷൻ നടന്നു. എത്ര ഇത് ഇടവകയ്ക്കല്ലേ മൊത്ത രൂപതയ്ക്ക്? എത്ര വോട്ടർമാരുണ്ടായിരുന്നു? അതായത് 1200 എല്ലാ സഭകളുടെയും പ്രതിനിധികളായിട്ട് 1200 വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞ? ഇലക്ഷൻ ഒക്ടോബർ 29 നിങ്ങളുടെ ഈ അതിനു മുമ്പല്ലായിരുന്നോ ED കേസും അറസ്റ്റും ഒക്കെ? അതിനു മുമ്പേ ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നിങ്ങളെ ബാധിക്കാൻ ശ്രമിക്കാൻ നടന്നു. അപ്പോൾ ഇതെങ്ങനെ ഈ പാനൽ മത്സരം നടക്കുന്നത് എങ്ങനെ? ഒരാൾപ്പം ട്രഷറർ സെക്രട്ടറിയുടെ അപേക്ഷ. സാർ, അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് 1 വർഷം നമ്മളെ പള്ളി മൊത്തം അടച്ചിട്ടു, ഈ മകയുടെ മൊത്തം പൂട്ടിയിട്ടു. സാറിന് ഓർമ്മയാണ്. എന്തായിരുന്നു? കോടതി സിനഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ അസാധുവാണെന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം വന്നു, മദ്രാസ് ഡിവിഷൻ ബെഞ്ച്. പിന്നെ ആ സമയത്ത് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് ഈ മദ്രാസ് കോടതിക്ക് എന്ത് റൈറ്റ്? ഈ ഇടവകയിൽ പരമോന്നത അധികാരം സിനഡിനല്ലേ സാർ? അവിടെ സിനഡിന്റെ അധികാരികൾക്ക് അധികാരമില്ലെന്ന് പറയുകയും, അപ്പോൾ സിനഡാണ് എന്നെ വെച്ചേക്കുന്നത് ഇവിടെ അഡ്മിനിസ്ട്രേറ്റ് ആക്കാൻ അധികാരമില്ല. അവർക്ക് അവിടെ ഇരിക്കാൻ, ഇലക്ഷൻ സാധുതയുള്ളതല്ല എന്നൊരു കണ്ടെത്തൽ മദ്രാസ് ഡിവിഷൻ ബെഞ്ച് കൊണ്ടുവന്നു. അവരുടെ ഇലക്ഷൻ സിനഡ് അധികാരികൾ. എന്നിട്ട് പകരം റിട്ടയർഡ് ജഡ്ജിമാരെ അവര് പിന്നെ ഈ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഏൽപ്പിച്ചു. 2 റിട്ടയർഡ് ജഡ്ജിമാർ. ഈ ഇടവകയുടെ മൊത്തം എല്ലാ
സിനഡിന്റെ മൊത്തം അവിടെ സിനഡിന്റെ മൊത്തം CSI മൊത്തം റിട്ടയർഡ് ജഡ്ജ് ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനി അല്ല, CSI അല്ല, CSI അല്ല, ക്രിസ്ത്യാനിയും അല്ല. ഏത് ഈ നാട്ടിൽ മൊത്തം CSI സഭ അവരാണ് ഭരിച്ചത്. അവരാണ് ഭരിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചു. അവരെ ഏൽപ്പിച്ചപ്പോൾ സാറിൻ്റെ അടുത്തൊക്കെ വന്ന പരാതി പോലെ നമ്മുടെ ആളുകൾ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ജഡ്ജിമാരൊന്നും അന്വേഷിക്കാതെ റിട്ടയർഡ് ജഡ്ജിമാർ എന്നെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ റിമൂവ് ചെയ്തിട്ട് പകരം ഈ പരാതി പറഞ്ഞവർക്ക് കമ്മിറ്റി കൊടുത്തു. ഈ റിട്ടയർഡ് ജഡ്ജിയുടെ പാനല് കൊടുക്കുകയും മലബാർ ബിഷപ്പിനെ അവരുടെ ബിഷപ്പായി വയ്ക്കുകയും ചെയ്തു. മൊത്തത്തിൽ എന്നെ വെളിയിലാക്കുകയും ചെയ്തു. വെളിയിലാക്കി പിന്നെ 17 ദിവസം അവർ ഭരിച്ച് ഒരു ഓടുവരെയൊക്കെ പുറത്താക്കി. ഈ കത്തീഡ്രലാക്കിയ ബോർഡെല്ലാം അടിച്ചു പൊട്ടിച്ച് അവർ വീണ്ടും അതിനെ MM ചർച്ച് എന്നൊക്കെ ആക്കി. ഈ സമയം നമ്മൾ കോടതിയിൽ പോയി, സുപ്രീം കോടതി പോയി. മദ്രാസ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡർ മാത്രമാണല്ലോ വന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്ക്ക് ഭരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ആര് ഭരിക്കണമെന്ന് പറഞ്ഞില്ല, വിധി വന്നില്ല. പിന്നെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അവർ 1 വർഷം കഴിഞ്ഞപ്പോൾ 9 മാസം 10 മാസം കഴിഞ്ഞപ്പോൾ വിധി വന്നു. സിനഡ് അധികാരികളുടെ ഇലക്ഷൻ സാധ്യതയുള്ള ഇലക്ഷനാണ്, അവരാണ് ഭരിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പൂട്ടിയ എല്ലാം തുറക്കുകയും വീണ്ടും ഇലക്ഷൻ പ്രക്രിയകൾ ആരംഭിക്കുകയും സിനഡ് വീണ്ടും ലൈവായി. അപ്പോൾ ഈ കാലത്ത് എല്ലാ പള്ളിയും അടച്ചിട്ടോ? പള്ളികളെല്ലാം ഓണായിരുന്നു. ഈ സഭാ ആസ്ഥാനം LMSന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസും ബിഷപ്പ് ഓഫീസും എല്ലാം അടഞ്ഞു കിടന്നു. കളക്ടർ ഇടപെട്ടു. അവർക്കാർക്കും അധികാരമില്ല. അത് ആർക്കും ഇവിടെ പള്ളികളിൽ പോകാൻ പ്രാർത്ഥിക്കാം, പള്ളികളിൽ പോകാൻ പ്രാർത്ഥിക്കാം. പള്ളികളിലുള്ള അഡ്മിനിസ്ട്രേഷൻ എല്ലാം നടന്നുകൊണ്ടിരുന്നു. സഭാസ്ഥാനം ഇല്ല, പ്രവർത്തിക്കുന്നില്ല. എന്നിട്ടോ അതെല്ലാം കഴിഞ്ഞ് പുതിയ കോടതി വിധി വന്നതിന് ശേഷം വീണ്ടും പോയി. പിന്നെ സിനഡ് അധികാരികൾ വന്നതിന് ശേഷം തിരിച്ച് വീണ്ടും പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി റദ്ദായല്ലോ. സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ റദ്ദായി. തിരികെ വന്നതിന് ശേഷം പിന്നെ ഇലക്ഷൻ നടത്താൻ വേണ്ടി മധ്യ കേരള ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു മധ്യ കേരള ബിഷപ്പ് കോട്ടയം ബിഷപ്പ് സാബു തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരു 13 അംഗ കമ്മിറ്റി. സാബു തിരുമേനി, റിട്ടയർഡ് ജഡ്ജ്, ഒരു റിട്ടയർഡ് IAS ഓഫീസർ, എല്ലാം CSI. ജഡ്ജ് ആരായിരുന്നു? ജഡ്ജ് ഇവിടെയുള്ള ജയകുമാർ സാറ്, നമ്മുടെ വട്ടപ്പാറ ചർച്ച് മെമ്പറാണ്. ശരി. അപ്പോൾ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ്, പിന്നെ ഒരു റിട്ടയർഡ് IAS ഓഫീസർ, മധ്യ കേരളയിലുള്ള തന്നെ ഒരു റിട്ടയർഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള ഉന്നതരായിട്ടുള്ള ഒരു 13 അംഗ കമ്മിറ്റി ഇട്ടിട്ട് അവർ ഇലക്ഷൻ വോട്ടർ പട്ടിക എല്ലാം പുനഃപരിശോധിക്കുകയും വീണ്ടും ഇലക്ഷൻ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ആ ഇലക്ഷൻ ക്രമീകരണത്തിൽ ഒരു നല്ലൊരു വിജയം. ഈ ഇലക്ഷൻ പാനൽ തിരിഞ്ഞാണോ നടന്നത്? പാനൽ തിരിഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമാണോ പാനലിന് പിന്നിലുള്ളത്? രാഷ്ട്രീയമല്ല സാർ, സഭയിൽ ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ചിന്തയാണ് അതിൽ വരുന്നത്. കാരണം 1200 പേര് വോട്ടിടാൻ വരും. അതിൽ പിന്നെ ഒരു 300 പേര് സെക്രട്ടറി, എൻ്റെ പാനലിൽ സെക്രട്ടറി ഞാൻ, ട്രഷറർ, വൈസ് ചെയർമാൻ, മറ്റൊരു പാനൽ വേറൊരു വിഭാഗക്കാർ നിൽക്കും. അങ്ങനെ 2 പാനലാണ് വരുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല സാർ. സഭാ പ്രവർത്തനങ്ങൾ കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ. എന്നിട്ട് എങ്ങനെ ഇലക്ഷൻ എന്നായിരുന്നു നടന്നേ? ഇലക്ഷൻ ഒക്ടോബർ 29. എത്ര വോട്ട് കിട്ടി? എനിക്ക് 669. മറ്റേ എതിരാണ് 500. അപ്പോൾ ഏകദേശം അടുത്തെത്തി. അത് കഴിഞ്ഞതിന് ശേഷം 3 പേര് നിങ്ങളുടെയാണ് ജയിച്ചത്? 3 പേര് നമ്മളെ. ഇതിന് ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ 15 വോട്ടിനൊക്കെയാണ് ജയിക്കുന്നത്. ആണോ? സാധാരണ മഹായുടെ ചരിത്രത്തിൽ ഒരു സെക്രട്ടറി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 14 വോട്ട് 15 വോട്ട് ഇങ്ങനെയുള്ള ഒരു വിജയം 30 വോട്ട്. മറ്റൊരു സഹകരിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ സാർ. നമുക്ക് അങ്ങനെ ഒരു പ്രതികാരം ചെയ്യേണ്ടതല്ലല്ലോ. അല്ല, അവർ നിങ്ങളോട് സഹകരിക്കുമോ? 90% പേരും സഹകരിക്കും. പക്ഷേ ആ പാനലിൽ നിൽക്കുന്നവരില്ലാ കഥകൾ പ്രചരിപ്പിച്ച് കേസും കൊടുത്തു. ഇപ്പം ഇന്നെൻ്റെ നോമിനേഷൻ സ്ക്രൂട്ടിനി ദിവസമാണ്. അവിടെയും കൊണ്ട് ഒരുപാട് പരാതികൾ സാറിന് തന്നതുപോലെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സഭയുടെ ഔദ്യോഗിക വിഭാഗത്തോട് യോജിച്ചാണ് നമ്മൾ പോകുന്നത്. അതെ അല്ലേ? അതെ. മറ്റൊരു ഉടക്കുകാരായിരിക്കും ഒരു പക്ഷേ. എല്ലാത്തിനും വിമർശനങ്ങളും കേസുകളും കൊടുത്തുകൊണ്ടിരിക്കും സാർ. പക്ഷേ പ്രൊസീജിയർ അനുസരിച്ച് പോകുന്നതുകൊണ്ട് ഒരു കേസും നിലനിൽക്കത്തില്ല.
അപ്പോൾ അങ്ങനെയാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അപ്പോൾ അങ്ങനെ സഭയുടെ എത്ര കാലം? ഈ 3 കൊല്ലത്തേക്കായിരിക്കും. 3 കൊല്ലത്തേക്ക്. അപ്പോൾ ഈ 3 കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി അടുത്തത് തെരഞ്ഞെടുപ്പ്. അങ്ങനെ നിബന്ധന വരും. എത്ര തവണ ആകാൻ പാടുള്ളൂ എന്നുള്ളത് ഉണ്ടോ? 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 1 പ്രാവശ്യം മാറി നിൽക്കണം. അപ്പോൾ ഇനി ഒരു ചാൻസ് കിടപ്പുണ്ട്. അപ്പോൾ അത് സഭാപ്രവർത്തനമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലെവൽ എങ്ങനെയാണ്? നിങ്ങൾ ഈ ഒരു സഭാ അഡ്മിനിസ്ട്രേഷൻ മാത്രമുള്ളൂ, അതോ യഥാർത്ഥ വിശ്വാസം തന്നെയാണോ? സാർ, നല്ല സഭാപ്രവർത്തനം എന്ന് പറയുന്നത് യേശുപ്പച്ചൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥ ശുശ്രൂഷ. ഞാൻ ഈ കഴിഞ്ഞ 6 വർഷവും ആ പ്രവർത്തനത്തിൽ ഊന്നിക്കൊണ്ട് ഞാനൊരു 7 പദ്ധതികളെന്ന് പറയുന്ന എൻ്റെ ആശയത്തിൽ തുടങ്ങിയ ഒരു പദ്ധതി തുടങ്ങി. പണമില്ലാത്തതിൻ്റെ പേരിൽ ദക്ഷിണ കേരള മഹായിടവകയിൽ ഒരു കുടുംബമോ ഒരു വ്യക്തിയോ വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വിശക്കുന്നവൻ അന്നം പദ്ധതി. അടുത്ത 2ാമത്തെ പദ്ധതി, പണമില്ലാത്തതിൻ്റെ പേരിൽ തലചായ്പാൻ ഇടമില്ലാതിരിക്കുന്ന ഒരു കുടുംബം പോലും ദക്ഷിണ കേരള മഹായിടവ എന്ന മഹാസഭയിൽ പാടില്ല എന്ന് പറയുന്ന തണൽ പദ്ധതി. ഞാൻ ഏകദേശം 23ഓളം വീട് വെച്ച് കൊടുത്തു. വിശക്കുന്നവൻ അന്നം പദ്ധതിക്ക് ഒരു സഭയിൽ 15 പേർക്ക് വെച്ച് ഏകദേശം 12ഓളം തവണ കിറ്റ് കൊടുത്തു. ഇത് എൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പണമില്ലാത്തതിൻ്റെ പേരിൽ നിരന്തരമായി കിടക്കയിലായിരിക്കുന്നവർക്ക് മാസക്ഷേമ പെൻഷൻ പദ്ധതി, ആർദ്രം പദ്ധതി, എല്ലാത്തിനും ഓരോ പേരും ഇട്ട് ഞാൻ ചെയ്തു. ഇനി പണമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാതിരിക്കുന്ന ഒരു പെൺമക്കളും നമ്മുടെ കുടുംബങ്ങളിൽ കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ മംഗല്യ പദ്ധതി 130ഓളം പെൺമക്കളെ. അപ്പം ഞാൻ ഈ പദ്ധതികൾ കൂടി CSI സഭയിലെ ആളുകൾ ഒരുമാതിരിപ്പെട്ട പാവപ്പെട്ടവരെല്ലാം സഹായിക്കാൻ പറ്റുന്നുണ്ട്. സഹായിച്ചതുകൊണ്ടാണല്ലോ സാർ ഇങ്ങനെ ഒരു വലിയ വിജയം വന്നത്. ഈ ഒരു CSIക്കാരൻ എൻ്റെ അടുത്ത് വരുവാണ്, ദാരിദ്ര്യം ബുദ്ധി, ഞാൻ നിങ്ങളെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? സാർ 100% ചെയ്യും സാർ. അതാണ് സഭാ ദൗത്യം. സാറ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേര് ആളുകളോട് വരാറുണ്ട്. അപ്പോൾ ചോദിക്കാം, CSIക്കാരാണ് ഞാൻ പ്രവീണിൻ്റെ അടുത്ത്. ഒരു വ്യക്തിയില്ലാതെ സാർ സോഷ്യൽ മീഡിയയിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും രാഷ്ട്രീയക്കാരും പറഞ്ഞു പ്രവീണ് വലിയ മെജോറിറ്റിയിൽ തോക്കാൻ പോവുകയാണെന്ന്. പക്ഷേ ഞാൻ സാധാരണ ജനങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നതിൻ്റെ തെളിവാണല്ലോ സാർ ഈ വലിയ വിജയം ഉണ്ടായത്. ഇത് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കുറച്ച് 1-2 കാര്യം കൂടി ചോദിക്കട്ടെ. ഈ CSI സഭയും നാടാർ, ഇത് എന്താണ് ഈ ജാതി എന്ന് പറഞ്ഞ നാടാരാണ്? അതെ. CSI അന്നത്തെ സ്വാതന്ത്ര്യാനന്തരം അങ്ങനെ. അപ്പോൾ ഈ CSIക്കാർ മിക്കവരും തന്നെ നാടാന്മാരാണ്, അല്ലാത്തവരുണ്ടോ? സാർ 95% നാടാർ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അല്ലാത്തവരും ഉണ്ട്. അല്ലാത്തവർ ദളിത് ക്രൈസ്തവർ, ബാക്കി ഒരു 5% അല്ലെങ്കിൽ ഒരു 7% കാണും സാർ. ഈ കോട്ടയത്തൊക്കെ ഉള്ള എല്ലാവരും നാടാരാണോ? അല്ല. ഇപ്പോൾ കൊല്ലം കൊട്ടാരക്കര ദളിത് ഡയസിസ് ആണ്. 95% ദളിത് ക്രൈസ്തവരാണ്. പക്ഷേ അവിടെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. പല രീതിയിലുണ്ട്. അതിൽ പല വിഭാഗങ്ങളുണ്ടല്ലോ. SC ST അതിൽ പല വിഭാഗങ്ങളുണ്ട്. 95% ഷെഡ്യൂൾ കൊല്ലം കൊട്ടാരക്കര. കോട്ടയം ഒരു 60% സിറിയൻ ക്രിസ്ത്യൻസും ഒരു 40% ദളിത് ക്രൈസ്തവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിറിയൻ ക്രിസ്ത്യൻസ് അവരെ പിന്നീട് വന്നായിരിക്കും. സഭയെന്നോ യാക്കോബായ സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ വന്നവരായിരിക്കും സാർ. മറ്റ് മഹായിടവുകളിലും അവിടെ ഒന്ന് നാടാന്മാര് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെയും കന്യാകുമാരി ഡയസിസും ഈ 24 മഹായിടവുകളിലും കന്യാകുമാരി ഡയസിസിലും 95% നാടാർ കമ്മ്യൂണിറ്റിയാണ്. തിരുനെൽവേലി ഡയസിസിൽ 95% നാടാർ കമ്മ്യൂണിറ്റിയാണ്. തൂത്തുക്കുടി ഡയസിസിൽ 95% നാടാർ കമ്മ്യൂണിറ്റിയാണ്. ഈ നാടാർ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം എന്ന് പറഞ്ഞത് ഇതെങ്ങനെയാണ്? ഈ നാടാർ കമ്മ്യൂണിറ്റി ഹിന്ദു ക്രിസ്ത്യാനിയൊക്കെ ഉണ്ടല്ലോ. ഹിന്ദു ക്രിസ്ത്യാനി ഉണ്ട്. നാടാർ കമ്മ്യൂണിറ്റി മുസ്ലിം ഉണ്ടോ? ഇല്ല, ഒരിക്കലും വരത്തില്ലല്ലോ സർ. ഈ ക്രിസ്ത്യാനി തന്നെ CSIയിലുണ്ട്, മലങ്കരയിലുണ്ട്. അതെ. ലത്തീൻ കത്തോലിക്കലുണ്ടോ നാടാര്? ഇല്ല. ലത്തീൻ കത്തോലിക്കില് ഉണ്ട്, കുറച്ച് വളരെ ചുരുക്കമുണ്ട് സർ. ഇത് പറഞ്ഞു, ഈ നാടാർ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് രൂപപ്പെട്ടത്? നിങ്ങൾക്ക് അറിയാൻ പറ്റും സാർ? എനിക്കറിയാവുന്നുള്ള ഇത് 1907 SIUC എന്ന സഭ ആദ്യം രൂപപ്പെട്ടു. ഈ SIUC എന്ന സഭ രൂപപ്പെട്ടതിന് ശേഷം SIUCയിൽ സൗത്ത് ഇന്ത്യൻ യുണൈറ്റഡ് ചർച്ച് 1907 അത് രൂപപ്പെട്ടത്. അത് രൂപപ്പെട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജാതി നാടാർ വിഭാഗം എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ട്. അവരിതിലേക്ക് ചേർന്നു. അത് എല്ലാം SIUCയിൽ ചേർന്നു. അതുകൊണ്ട് ഈ SIUCക്ക് അങ്ങനെയാണ് നമുക്ക് സംഭരണം കിട്ടുന്നത്. സാർ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാത്തിലും SIUC നാടാർ വിഭാഗത്തിന് 1% സംഭരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാടാർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ട്. അത് എങ്ങനെയാണ്? ഹിന്ദു വിഭാഗമായിരുന്നിരിക്കാം. നാടാർ ഹിന്ദു ഉണ്ട് സാർ. അല്ല, ഈ SIUCയിൽ ചേരുന്നത് വരെ ഒരുപക്ഷെ നാടാർ എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗം. എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പൊ അവരിങ്ങോട്ട് മാറിയത് കൊണ്ടാവാം.
അപ്പോൾ ഇപ്പോഴും ആ കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ഭയങ്കരമായിട്ടുണ്ടല്ലോ. ഞാനിവിടെ ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ഉണ്ട് സർ. ഇപ്പം ഈ മറ്റേ വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ ഹിന്ദു നാടാർ, VSTP ഹിന്ദു നാടാർ, പക്ഷേ ക്രിസ്ത്യൻ നാടാരും കുറച്ച് VSTP ഉണ്ടായിരുന്നു. ഹിന്ദു നാടാറിലെ കൂടുതൽ. അപ്പോൾ ഈ നാടാർ കമ്മ്യൂണിറ്റിയുടെ സ്വാധീനം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശബ്ദരേഖ കേട്ടു, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ആൾക്കാരാണ് സ്റ്റീഫനോ ചെയ്യണം, അൻസലന് ചെയ്യണം, മറ്റേ റൂഫിന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു സാധനം കേട്ടത്. സാർ, അത് നേരത്തെ എനിക്കെതിരെ ഉണ്ടാക്കുന്ന ആരോപണക്കാർ ഉണ്ടാക്കിയ ഒരു ആഡിയോ ശബ്ദമാണ് സാർ. അതെൻ്റെ ശബ്ദമല്ല സാർ. അല്ല, എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് പിന്നെ സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നത് പോലെയൊക്കെ ഇറക്കി നോക്കി, എല്ലാ ട്രെൻഡും ഇറക്കി നോക്കി. അപ്പോൾ എന്നെ അറിയാമെന്നുള്ള ജനത്തിന് എൻ്റെ സൗണ്ട് അറിയാം. സാറിൻ്റെ അടുത്ത് ഞാൻ ഇതാ സംസാരിക്കുന്നു, ആ ആഡിയോ ഇടുമ്പോൾ അറിയാം അതെൻ്റെ സൗണ്ട് അല്ല സാർ. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഈ തിരുവനന്തപുരത്ത് പ്രവീണിനിപ്പം തമിഴ്നാട്ടിലൊരു സ്ഥാനാർത്ഥിത്വം കിട്ടിയത് തിരുവനന്തപുരത്തെ UDF ഗുണമാവും തോന്നുന്നുണ്ടോ? സാർ, ഞാൻ ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് സീറ്റ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വരണമെന്ന് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുമല്ലോ സാർ. ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ ആർക്കെല്ലാം ഇനിയിപ്പോൾ സമയമില്ല, പ്രചരണത്തിന് വന്ന നേരമില്ല ഇവിടെ അല്ലേ? തിരുവനന്തപുരത്തെ സ്ഥിതി എന്താ കാണുന്നത്? ഈ തിരുവനന്തപുരത്ത് UDF സാധ്യത എങ്ങനെ വിലയിരുത്തുന്നത്? സാർ, ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി, കാരണം പല മണ്ഡലങ്ങളിലും ഫസ്റ്റ് കമ്മ്യൂണിറ്റിയും സെക്കൻഡ് കമ്മ്യൂണിറ്റിയും CSI സഭയാണ്. അപ്പോൾ CSI സഭയുടെ നിലപാട് ഭയങ്കര നിർണായകമായിരിക്കും സാർ. നമുക്ക് കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ സഭ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെ അംഗീകരിക്കുന്ന അധികാരികൾ MLA-മാരായിട്ട് വരുമെന്നാണ് നമ്മുടെ വിശ്വാസം. വിജയസാധ്യത കാണുന്നുണ്ടോ? ഇപ്പം നെയ്യാറ്റിൻകരയിൽ ശക്തൻ. സാറ്, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞോട്ടെ സാർ. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് 1907 രൂപപ്പെട്ട SIUC 1920 മഹാരാജാക്കന്മാരുടെ കാലത്ത് ഇത് പിന്നോക്ക വിഭാഗമാണെന്നും പാവപ്പെട്ട ജനതയാണെന്നും കണ്ട് നമുക്കൊരു സംവരണം തന്നു, വിദ്യാഭ്യാസ സംവരണവും ഉദ്യോഗ സംവരണവും. അത് 1956 ഭാഷാടിസ്ഥാനത്തിൽ കേരളവും തമിഴ്നാടും എന്ന് വിഭജിച്ചപ്പോഴും ഈ സംവരണം നമുക്ക് നിലനിന്നു. അതായത് 1% സംവരണം. ഈ വിദ്യാഭ്യാസ സംവരണത്തിന് 2021 SIUC നാടാർക്ക് പകരം അതർ നാടേഴ്സിനെ കൂടെ ഈ 1% കയറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 10 പേര് ജോലിക്ക് കയറേണ്ടടുത്ത് 5 പേരായി മാറും. അതർ നാടാർസ് പറയുമ്പോൾ ഹിന്ദു നാടാർസും മറ്റ് മലങ്കര നാടാർസിനെ എല്ലാവരും കൂടെ ഇതിൽ കയറ്റി. നമ്മൾ ഉടനെ അപേക്ഷ കൊടുത്തു. ഇത് നമുക്ക് മഹാരാജാക്കന്മാരുടെ കാലം മുതൽ നമ്മളൊരു പ്രത്യേക വിഭാഗമാണെന്നും ജനാനുപാതിക ക്രമപ്രകാരം നമ്മൾ വലിയ ജനതയാണെന്നും കണ്ട് ഈ 1% നമുക്ക് തന്നെ തരണമെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പ്രസൻറ്റ് ചെയ്തു. അധികാരികളുടെ അടുത്ത് നമുക്ക് തരണം, മുഖ്യമന്ത്രിക്ക് തന്നെ പല പരാതികളും കൊടുത്തു. അത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇടതുമുന്നണി നിങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. ഈ നാടാർ സംവരണം എന്ന് പറയുന്ന വോട്ട് പിടിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നിലവിൽ സംവരണം ഉണ്ടായിരുന്നവർക്ക് ദോഷമാണ് ചെയ്തത്. നമുക്ക് 100% നഷ്ടമല്ലേ സാർ. അതിനേക്കാൾ ഏറ്റവും വലിയൊരു അപകടം ഉണ്ടായത്, നമുക്കൊരു മെഡിക്കൽ കോളേജുണ്ട് സാർ, കാരക്കോണം മെഡിക്കൽ കോളേജ്. അതിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് സാർ. ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കൊല്ലം മുതൽ പാറശാല വരെ വെറുതെ ഒന്ന് ഏതാശുപത്രി, ഗവൺമെൻറ് ആശുപത്രി പോയാലും നാടാർ കമ്മ്യൂണിറ്റിയിലെ ഒരു കുട്ടി നേഴ്സായിരിക്കും അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും. അതിനുള്ള കാരണം ഈ കാരക്കോണം മെഡിക്കൽ കോളേജാണ്. ആൻ്റണി സർക്കാർ 2002 ഈ മെഡിക്കൽ കോളേജ് തന്നപ്പോൾ നമുക്ക് 65% പേര് CSIക്കാരൻ പഠിക്കണമെന്നാണ്. 50% മാനേജ്മെൻറ്റ് കോട്ടയും 15% കമ്മ്യൂണിറ്റി കോട്ടയും. അപ്പോൾ 100 പിള്ളേർ പഠിക്കണമെങ്കിൽ 65 പേര് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് 2018 വരെ നമുക്ക് ഏകദേശം 800 പേര് വരെ പഠിച്ചിറങ്ങി നാടാർ കമ്മ്യൂണിറ്റിയിലുള്ള CSI പള്ളിക്കാരെ. അപ്പോൾ കൂലിപ്പണിക്കാരൻ്റെ മക്കൾക്ക് ഡോക്ടറാവാൻ പറ്റി, ചെറുകിട ബിസിനസ്സുകാരുടെ മക്കൾക്ക് ഡോക്ടറാവാൻ പറ്റി, പാസ്റ്റർമാരുടെ മക്കൾക്ക് ഡോക്ടറാവാൻ പറ്റി, അച്ഛന്മാരുടെ മക്കൾക്ക് ഡോക്ടറാവാൻ പറ്റി. പക്ഷേ 2018 നമ്മുടെ കൊല്ലത്തൊരു മുസ്ലിം അസോസിയേഷൻ കോളേജ് അവരുടെ ഉപവിഭാഗം അവരുടെ സംവരണത്തിന് വേണ്ടി ഒരു കേസ് കൊടുത്തു. നമ്മൾ ഭാഗഭേദമല്ലാത്ത കേസ്. ആ കേസ് കോടതി വന്നപ്പോൾ കോടതി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എഴുതി ചോദിച്ച് ഇങ്ങനെ ഉപവിഭാഗത്തിന് കൊടുക്കാമോ കൊടുക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അന്ന് അതിന് റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം അന്നിരുന്ന ഏതോ ഒരു IAS അധികാരി താഴത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ എഴുതി, ഈ ഉപവിഭാഗ പ്രശ്നം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്, ക്രിസ്ത്യനും ഉപവിഭാഗം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ കോടതിയിൽ ഇത് വന്നപ്പോൾ നമ്മൾ ഭാഗഭേദമല്ലാത്ത കേസിൽ അവർ വിധി വന്നത് ഇങ്ങനെ മുസ്ലിങ്ങളുടെ വിഷയമായിരുന്നു അത്.
അതിൽ വന്ന വിധി ഇനി ഉപവിഭാഗമെന്ന് പറഞ്ഞ് റിസർവേഷൻ ഇല്ല. ഈ 65% കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും കൂടെ വിധിച്ചു കൊടുത്തോളാം. ഐശ്വടാ. അപ്പോഴേ മുൻഗണനയിൽ നിൽക്കുന്ന സിറിയൻ ക്രിസ്ത്യൻസ്, യാക്കോബേ ക്രിസ്ത്യാനി, മലങ്കര ക്രിസ്ത്യാനി, ബെന്തക്കോസ് ക്രിസ്ത്യാനിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടൂ. ഒരു സിറിയാനി ക്രിസ്ത്യാനിക്ക് പെർസെൻറ്റേജ് നോക്കുമ്പോൾ 80% മാർക്കും ഒരു CSI ക്രിസ്ത്യാനിക്ക് 79.3 ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടേ തരൂ. മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSIക്കാരന് 79% ഉള്ളവരുണ്ട്. 79% കൊടുത്തിട്ട് 78% CSI കൊടുത്താൽ മതി. നിങ്ങൾ എന്തുകൊണ്ട് കേസിന് പോയില്ല? സാർ, അന്നുള്ള ഈ ഭരണതർക്കം കൊണ്ടും അന്നുള്ള ഭരണകർത്താക്കൾ 2018 വേറൊരു ഭരണകർത്താവാണിരുന്നത്. പുള്ളി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളിയുടെ ജോലി പോകുമെന്ന് പറഞ്ഞ് പുള്ളി ഈ സംവരണം മൊത്തം അങ്ങ് കളഞ്ഞു. നമ്മളുമായിട്ട് ബന്ധമില്ലാത്തൊരു കേസ് നമ്മുടെ ഭാഗം കേൾക്കാൻ നടത്തുമ്പോൾ നമ്മൾ കോടതി പോകണ്ടേ? നിർബന്ധമായിട്ടും പോകണമായിരുന്നു. ഇനി പറ്റത്തില്ല, വൈകിപ്പോയി. ഇല്ല, ഞാനിപ്പോൾ അത് മൂവ് ചെയ്യുന്നു സാർ, മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൂ ലേറ്റ്, അങ്ങനെ പ്രശ്നമില്ല. ഇപ്പം ടൂ ലേറ്റ്, പക്ഷേ എടുത്തിട്ടുണ്ട്, കോടതി എടുത്തിട്ടുണ്ട് സാർ. പിന്നെ വേറെ ഇത് ചെയ്യേണ്ടി വരും, ഈ കാലപ്പഴക്കം ചെയ്യേണ്ടി വരും. ഇല്ല, ഇന്ന് ഇത് പലരുടെയും അവകാശമായി മാറി. കാരക്കോണം മെഡിക്കൽ കോളേജ് നമ്മുടെ അവകാശം അല്ലാതായി മാറി. നമുക്കാകെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു സ്വീപ്പറെ പോസ്റ്റ് ചെയ്യാം, ഒരു ഡോക്ടറെ പോസ്റ്റ് ചെയ്യാം, വേറെ ഒന്നുമില്ല. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനകത്ത് കൂടെ അഴിമതിയൊക്കെ നടത്തിയവർ, നിങ്ങളെന്നല്ല അവിടെ നടത്തിയവർ. സാർ, കേസൊക്കെ ആയില്ല. മറ്റേ CPIയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്ന കക്ഷി സാർ, യഥാർത്ഥത്തിൽ പേര് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോഴേ ഡോക്ടർ ബെനറ്റ്. സാർ, യഥാർത്ഥത്തിൽ ഈ പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് ധർമ്മരാജ റസാലം തിരുമേനി എല്ലാം കൂടെയാണ് ഈ ഇദ്ദേഹത്തിന് സീറ്റ് ചോദിക്കുന്നത്. ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അന്നത്തെ വിഷയത്തിൽ. എന്ന് മാത്രമല്ല സാർ, മെഡിക്കൽ കോളേജസ് സാറിനെ പോലെ ഉള്ളത് വിളിച്ച് പറയുന്ന ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയാണ് സാർ തലവരി പണം ഇല്ലാതെ മെഡിക്കൽ കോളേജുകൾ? അതുണ്ട് എല്ലായിടത്തും. ഒരു കോളേജ് അതുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും ഉണ്ട്. അതല്ലാതെ അവിടെ ഒന്നും നടത്തിയിട്ടില്ല. 3.5 ഏക്കർ 50 ഏക്കർ എന്തൊക്കെയോ നമുക്കിതൊന്നും വ്യക്തതയില്ല. എന്തോ ഒരു പുകമറ ഈ കാരക്കോണം മെഡിക്കൽ കോളേജ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഴിമതിയാണ് വരുന്നത്. സാർ, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും കേസ് കൊടുക്കാൻ തയ്യാറായവരും, സാർ ഇത് വലിയ ജനതയല്ലേ സാർ. ഇതിൽ ഈ ഭരണം കിട്ടാത്തവരെന്ത് ചെയ്യും? കേസ് കൊടുപ്പാണ് ജോലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഭയിലുള്ളതൊന്നും ഇത്രയും ഒരു വിഷയമല്ലേ. ഈ സഭയിൽ ഇത്രയും വലിയ സഭയായതുകൊണ്ടാണ് ഈ വിഷയം. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ യാക്കോബ സഭയ്ക്ക് പറ്റിയത് പറ്റും, അതാണ് പ്രശ്നമുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കേസായി അവസാനം നന്നായി കേസ്. ഉദാഹരണത്തിന് നിങ്ങളുടെ സഭയുടെ ചുമതലക്കാരൻ അയാളുടെ ജോലി പേടിച്ചിട്ട് ഇത്രയും നിർണായകമായി വിധി വന്നിട്ട് അത് മുമ്പോട്ട് പോയില്ല. അതെ അതെ അതെ. പിന്നെ ആരെ പഴിച്ചിട്ട് കാര്യം? ഇത് യാക്കോബ സഭയ്ക്ക് സംഭവിച്ചത് വളരെ പവർഫുള്ളായുള്ള ഓർത്തഡോക്സ് സഭയായിട്ടാണ് അവർ ഏറ്റുമുട്ടിയത്. അതെ അതെ. കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ കേസ് മാനേജ്മെൻറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ. കേസ് ആർക്കും ഉണ്ടാവാം. അതെ. പക്ഷെ ഞാൻ 138 കേസ് പ്രതിയാണ് ഞാൻ. അതെ. അപ്പം അതിൽ ചില കേസുകളെന്നൊക്കെ പറഞ്ഞാൽ ട്രയൽ നടത്തി എന്നെ ശിക്ഷിച്ചാൽ ജീവപര്യന്തമാണ്. അതെ, അറിയാം സാർ. എന്നുവെച്ചാൽ സൈബർ ടെററിസം. അറിയാം. പക്ഷെ കേസ് മാനേജ്മെന്റ് എന്നൊരു സാധനമുണ്ട്. അതെ. ഈ കേസ് മാനേജ്മെന്റ് പാളിയ എല്ലാം പോകും. അതെ. യാക്കോബ സഭയ്ക്ക് സംഭവിച്ചതാണ്. അങ്ങനെ ഒരു സാധ്യത നിങ്ങൾക്കും ഇല്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലപ്പോഴും ഇത്തരം ഇപ്പം സാറിനെ പോലെ യാഥാർത്ഥ്യം വിളിച്ച് പറയുന്ന മീഡിയാസ് കൂടെ സഹായിച്ചാൽ സൗത്ത് കേരള ഡയസിസ് കേസ് വിമുക്തമായ ഒരു ഡയസിസായി മാറാൻ വലിയ ദിവസമൊന്നും വേണ്ട. കാരണം ഇപ്പം തന്നെ ഒരു പുതിയ നല്ലൊരു ബിഷപ്പ് വന്നിട്ടുണ്ട്. നല്ലൊരു ബിഷപ്പ്, ഒരു ആത്മീയനായിട്ടുള്ള. ഇപ്പോൾ റിട്ടയർഡായി. അതേ മോഡറേറ്റർ ആയിരുന്നു. കോടതി ഇടപെട്ടു. പ്രായം കഴിഞ്ഞിട്ട് തുടർന്നു. 67 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് അമെൻഡ് ചെയ്തു. സിനഡ് അംഗീകരിച്ചു. മദ്രാസ് സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് 67-70 എടുത്ത പ്രൊസീജിയർ തെറ്റ്. അതുകൊണ്ട് 67 തന്നെ നിർത്തണമെന്ന്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കേസ് മാനേജ്മെന്റ്. പ്രൊസീജിയർ പാലിക്കാതെ ഒരാളെ സസ്പെൻഡ് ചെയ്യാം. പക്ഷെ സസ്പെൻഡ് ചെയ്യുന്ന പ്രൊസീജിയർ. ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ ഹാരിസൺ മലയാളം ചെറുവള്ളി എസ്റ്റേറ്റ് കേസിൽ പ്രൊസീജിയർ കുഴപ്പം കൊണ്ടുപോകും. അതെ അതെ സാർ. സാർ സത്യം പറഞ്ഞ സാർ, മെഡിക്കൽ കോളേജിലൊന്ന് പരിശോധിച്ചാൽ പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആ കോളേജ് നിലനിൽക്കുന്നത്. അത്രമാത്രം പരാതികൾ CBIയിൽ കൊടുത്തു, EDയിൽ കൊടുത്തു, വിജിലൻസിൽ കൊടുത്തു. ഇതെല്ലാം സഭയിലെ കുറച്ച് ആളുകൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളാണ്. എന്നെ ഉപരോധിക്കാൻ വരുമോ സാർ? ഉറപ്പായിട്ട് സാർ എനിക്കൊരു ഇന്റർവ്യൂ തന്നതുകൊണ്ട് ഇന്ന് സാറിന് വേറൊരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പായിട്ട് പറ്റും. പിന്നെ എനിക്കൊരു സമാധാനം, സാറ് ശരിയെന്ന് തോന്നിയാൽ തൻ്റെ ഇടത്തിൽ അതിനൊന്നും വകവയ്ക്കാറില്ല. നമ്മൾ പറയാനുള്ള ഇപ്പം ഞാനിപ്പോൾ ഇലക്ഷൻ്റെ സർവേ പുറത്തു. പലരും ഭയങ്കര
ഇതാ. ഞാൻ കണ്ടായിരുന്നു 10 പേര് നോക്കേണ്ട. അതൊക്കെ പറയും, തോൽക്കേണ്ടവരാന്ന് തന്നെ പറഞ്ഞു. വേണ്ടേ, അതെ സർ. കപടം നിഷ്പക്ഷത എനിക്കില്ല. ഞാൻ കറക്റ്റ് സെലക്ട് ഈ 10 പേര് നോക്കണം. അതെ. അതിനകത്ത് രാഷ്ട്രീയമില്ല. 4 പേര് UDF സ്ഥാനാർത്ഥികളാണ്. അതെ. ഈ 10 പേരിൽ 4 പേര് UDF സ്ഥാനാർത്ഥികളാണ്. 6 പേര് LDF സ്ഥാനാർത്ഥികളാണ്. അതെ സർ. പക്ഷെ UDF അധികാരത്തിൽ വരണം എന്നാണ് എൻ്റെ നിലപാട്. അതെ സർ. അത് ഒരു വിട്ടുവീഴ്ചയില്ല. അത് നമ്മളിപ്പം UDF LDF ഇല്ല, UDF തന്നെ വരണം. അതെ സർ. അതെ. അത് BJP ജയിക്കുന്നത് എനിക്കൊരു വിരോധം, ജയിക്കട്ടെ. അതെ സർ. അതെ. എന്തിനു BJP വിരോധം ആളുകൾക്ക്? അതെ സർ. അതാണ് എൻ്റെ ഒരു നിലപാട്. ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ്, നിങ്ങൾക്ക് നിലപാടെടുക്കാൻ പറ്റത്തില്ല, സർ. എനിക്ക് അങ്ങനല്ല. എനിവേ, അപ്പം ഞാൻ പറയണത് എന്നിട്ടോ ഈ നമ്മൾ പറഞ്ഞ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്ഥാപനം ഇന്ന് നിലനിന്ന് പിന്നെ 2 വിഷയം പറഞ്ഞു. ഒന്ന് പറഞ്ഞു ഈ പറഞ്ഞ സംവരണം. 2 മെഡിക്കൽ കോളേജ്. സർ, ഏറ്റവും വലിയൊരു വിഷയം നമുക്ക് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SIUC സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ട എവിടെ നിന്നാണ്? ഇപ്പോൾ ഒരു സഭ, ജഗതി സഭ, എൻ്റെ സഭ, ആ സഭയിൽ അവിടെ പഠിക്കുന്ന ഒരു MBBSന് ഒരാൾ അഡ്മിഷൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ പരിശോധിച്ചിട്ട് ഇവൻ ഈ പള്ളിയിലെ ഇത്ര നമ്പർ ക്രമ നമ്പറുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ആദ്യം പിന്നെ പേപ്പർ കൊടുക്കും. ആ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ സാക്ഷ്യപ്പെടുത്തിയ പേപ്പർ കൊണ്ട് എവിടെ വരണം? LMS ഓഫീസിൽ, ബിഷപ്പ് ഓഫീസിൽ വരണം. അപ്പോൾ നമ്മൾ ഫുൾ രജിസ്റ്റർ എടുത്തിട്ട് ജഗതി പള്ളിയിൽ ഇന്ന നമ്പറിൻ പ്രകാരമുള്ള കുട്ടി ഇന്ന ആളിൻ്റെ മകൻ സഭാ അംഗമാണോ എന്ന് നോക്കിയിട്ട് ബിഷപ്പ് സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ കൊടുക്കും. ആ ലെറ്റർ കൊണ്ട് റവന്യൂ അധികാരികളെടുത്ത് പോകണം. അപ്പോൾ അവരും SSLC സർട്ടിഫിക്കറ്റ് എല്ലാം പരിശോധിച്ചിട്ട് ഈ കുട്ടി SIUC വിഭാഗത്തിൽപ്പെട്ടവനാണോ എന്ന് വെച്ചിട്ട് നമുക്ക് സംഭരണാനുകൂല്യം കിട്ടാൻ വേണ്ടി അവർ റെക്കമെൻഡ് ചെയ്ത് വിടും. പക്ഷെ 2023 ഒരു ജിയോ വന്നു. ഇനി SIUC സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആധാരമാക്കേണ്ടതില്ല, റവന്യൂ അധികാരികൾ തീരുമാനിച്ചാൽ മതി. സാർ, ഇന്ന് ഉള്ള കാലഘട്ടത്തിൽ ഒന്നാമത് യുവജനങ്ങളെ പള്ളിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പനും അമ്മയും കൂടെ ഇടാൻ നിനക്ക് ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ അച്ഛൻ സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞാലേ അവൻ ചെന്ന് പള്ളിയിൽ ചെന്ന് അടങ്ങിയിരിക്കൂ. പിള്ളേർ ഒരു പ്രായം കഴിഞ്ഞ് ആത്മീയതയൊക്കെ കൂടുതൽ വരത്തുള്ളൂ. അപ്പോൾ ഈ വിധിയും കൂടെ വന്നപ്പോൾ പള്ളിയിൽ യുവജനങ്ങളുടെ കുറവ് കണ്ടു തുടങ്ങി. കാരണം അവന് SLC സർട്ടിഫിക്കറ്റ് SIUC നാടാണെന്ന് എഴുതിയിരുന്ന അവന് റവന്യൂ അധികാരി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ ഞാൻ ഉടനെ പരാതി കൊടുത്തു. നമ്മുടെ പിള്ളേരെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കേ ഉള്ളൂ, അതിനുള്ള അവകാശമെങ്കിലും നമുക്ക് തരണം. നിങ്ങൾ എങ്ങനെ വേണോ പരിശോധിക്കുന്നുണ്ടല്ലോ, കൂടുതൽ നിങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്തോളൂ. പക്ഷേ SIUC സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം നമുക്ക് തരണം. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. കോടതി പോഞ്ഞേ ഇല്ല സാറ്, കോടതിയിൽ പോയാൽ പിന്നെ വീണ്ടും പ്രശ്നങ്ങൾ വരും. ഇത് നിസ്സാരമായിട്ട് സാധിച്ചെടുക്കാമെന്നുള്ള ഒരു അധികാരിക്ക് തരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ യഥാർത്ഥത്തിൽ CPM സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. പേടിയാണ് പറയാൻ. ഈ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ വലിയ പാടായിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന അതാണ്, ഈ നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ദയവായി കേൾക്കുക, ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ നാടാർ വിഭാഗത്തെ CPM LDF വഞ്ചിച്ചിരിക്കുകയാണ്. ആ വഞ്ചന തിരിച്ചറിയേണ്ട ബാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങേ സംബന്ധിച്ചോളം പറയും, കോൺഗ്രസ്സുകാരനാണെങ്കിലും ഈ നാട്ടിൽ ബിസിനസ് ചെയ്തോട് പറയാൻ പറ്റത്തില്ല. അഥവാ ഇവർ തിരിച്ച് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോയി. സാർ, ഈ സഭയുടെ നിലപാട് സാർ, ഞാൻ ഇനി വ്യക്തിപരമായിട്ട് ഇടിയിൽ അനുഭവിച്ചതിനേക്കാളും വലിയ കഷ്ടപ്പാടൊന്നും അനുഭവിക്കാൻ ഇല്ല. അതിലൊന്നും ഞാൻ ഭയക്കുന്ന ആളല്ല സാർ. എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, സഭയുടെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളെ തിരിച്ചറിയാനുള്ള അവകാശം നമുക്ക് തരണമായിരുന്നു. നമ്മുടെ കണ്ണീരും കാണിക്കയും കൊണ്ട് ഉളവാക്കിയ കോളേജിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന അവകാശം നമുക്ക് തുടരണമായിരുന്നു. നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ സംവരണം കിട്ടണമായിരുന്നു. പക്ഷേ സഭയുടെ നിലപാടെന്താണ്? നമുക്ക് ആരും വോട്ട് ചെയ്യാൻ പറയാൻ നമുക്ക് ഉള്ള ഒരു രീതിയില്ല. ഇത് ജനതയ്ക്കറിയാം. അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും ഉണ്ടാവും സാർ. അപ്പോൾ പ്രവീണിന് ഞാൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു സാർ. പ്രവീണ് CSA സഭയെ മാത്രമല്ല കേരളീയ സമൂഹത്തെയും അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെയൊക്കെ ഒരു ശബ്ദമായി മാറട്ടെ. അതെ സാർ. വലിയ ഒരു വിജയം. അതെ സാർ. 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിക്കട്ടെ. താങ്ക് യു സാർ. തമിഴ്നാട് ജനാധിപത്യത്തിനും നിങ്ങളുടെ മണ്ഡലത്തിനും CSA സഭയ്ക്കും എല്ലാവർക്കും ഉപകാരമായി മാറട്ടെ. നാശം. ശരി സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ.